Jeremiah chapter 18 verses 1 to 6. യിരെമ്യാ പ്രവചനം 18 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 18 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. നമുക്ക് ഒരുമിച്ച് ശബ്ദം ഉയർത്തി വായിക്കാം. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. 6-ാം വാക്യം ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി വായിച്ചേ. ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. അടുത്തിരിക്കുന്നവരാ 2 പേരെ മുഖത്ത് നോക്കി സ്തോത്രം അവരെ നോക്കി വന്ന് ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കുശവന്റെ കയ്യിൽ. പെട്ടെന്ന് പറഞ്ഞേ, കുശവന്റെ കയ്യിൽ. സ്തോത്രം, കുശവന്റെ കയ്യിൽ. ഇൻ ദ പോട്ടേഴ്സ് ഹാൻഡ്. നിങ്ങൾ ഇരിക്കുന്നത് അത്യുന്നതനായ ദൈവമാകുന്ന കുശവന്റെ കയ്യിൽ. നിങ്ങൾ കിടക്കുന്നത് പ്രശ്നത്തിലല്ല, നിങ്ങൾ ആയിരിക്കുന്നത് വെല്ലുവിളിയിലല്ല, പിശാചിന്റെ തകർക്കുന്ന കയ്യിലല്ല നിങ്ങൾ ആയിരിക്കുന്നത്. പിച്ചു ചിന്തുന്ന മനുഷ്യന്റെ കയ്യിൽ ദൈവം നിങ്ങളെ ഇട്ട് കൊടുത്തിട്ടില്ല, ഇട്ട് കൊടുക്കത്തും ഇല്ല. കമാൻ, കർത്താവാകുന്ന കുശവന്റെ കയ്യിൽ നിങ്ങൾ ഇരിക്കുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. വിവിധ ആംഗിളിൽ, വിവിധ അവസ്ഥകളിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഒരു അപ്പനെ പോലെ, അമ്മയെ പോലെ, അർദ്ധരാത്രിയിലെ സ്നേഹിതനെ പോലെ ഒക്കെ ദൈവം സ്നേഹിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്തോത്രം അതെ മുന്തിരിവള്ളിയും ഞാൻ കൊമ്പുമാകുന്നു. അർത്ഥം സ്തോത്രം, ഒരു മുന്തിരിവള്ളി കൊമ്പിനോട് പറ്റിയിരിക്കുന്നത് പോലെ എല്ലാ അവസ്ഥകളിലും വ്യവസ്ഥയില്ലാതെ കർത്താവിനോട് പറ്റിയിരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതുപോലെ സ്തോത്രം, കർത്താവ് നല്ല ഇടയനാകുന്നു, നിങ്ങൾ അവന്റെ ആടുകളുമാകുന്നു. ഇടയൻ സ്തോത്രം ആടിനെ നയിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് പച്ചയായ പുൽപ്പുറത്തിലേക്ക്, സ്വസ്ഥമേറിയ വെള്ളത്തിന്റെ അരികിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുന്നു. അതെ, ദൈവം സ്തോത്രം നിങ്ങളുടെ ഇടയനാണ്. യേശു നിങ്ങളുടെ ഇടയനാണ്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. യേശു കർത്താവ് സാക്ഷാൽ മുന്തിരി വള്ളിയാണ്, നിങ്ങൾ അവന്റെ കൊമ്പുകളാണ്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. അവൻ മണവാളനാണ്. ദൈവത്തിന്റെ സഭയാക്കുന്ന നിങ്ങളും ഞാനും മണവാട്ടിയാണ്. ഇവിടെ ഇതാ പല ഉപമകളിൽ ഇതുപോലെ ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധം നമുക്ക് കാണുവാൻ കഴിയുന്ന പോലെ വേദപുസ്തകം പറയുന്നു, ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് ദൈവത്തിന്റെ ജനം ആയിരിക്കുന്നത്. പ്രവാചകനാകുന്നതായ യിരെമ്യാവിനോട്, ഇസ്രായേൽ ഗ്രഹത്തോട് അഥവാ ഇസ്രായേൽ ജനത്തോട് പറവാൻ ദൈവം ഇതാ ദൂത് ഏൽപ്പിക്കുന്നു. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവം തെരഞ്ഞെടുത്തതായ ജാതി. ഇതുപോലെ ഒരു ശ്രേഷ്ഠ ജനം ഇല്ല. ഇതുപോലെ സ്തോത്രം ദൈവം തെരഞ്ഞെടുത്ത ഉന്നതമായ ഒരു ജനത ഇല്ല. ഇതിന്റെ ഒറിജിൻ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒറിജിൻ കാണണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നിങ്ങൾ കാണേണ്ടത് ആവശ്യം. മക്കൾ ഇല്ലാത്ത ഒരുവനെ ദൈവം വിളിച്ചിട്ട് പറയുന്നു, ഞാൻ നിന്നെ ബഹു രാജ്യങ്ങൾക്ക് പിതാവാക്കാം. മക്കൾ ഇല്ലാത്തവനെന്ന് മാത്രമല്ല, മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല. സ്തോത്രം. അതുകൊണ്ട് അബ്രാമിന് ഒരിക്കലും പ്രശംസിപ്പാൻ കഴിയത്തില്ല. എന്റെ മസിൽ കരുത്തിലല്ല പരിപാടി മുന്നോട്ട് പോയത്. സ്തോത്രം. അതെ, ദൈവത്തിന്റെ കരുതലാണ് ദൈവം എനിക്ക് മക്കളെ നൽകിയത്. അങ്ങനെ അബ്രഹാം സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ ബഹുജാതികൾക്ക് പിതാവായി. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് യഹൂദ, യഹൂദയിൽ നിന്ന് സ്തോത്രം ബോവസ്, ബോവസിൽ നിന്ന് ഇശായി, ഇശായിൽ നിന്ന് ദാവീദ്. ആ വംശ പരമ്പര അങ്ങനെ കടന്നു പോകുന്നു. യഹൂദ ജനം ഉണ്ടായി. സ്തോത്രം. അതെ, ദൈവം ഉണ്ട് എന്നതിന് ഒറ്റ വാക്കാണ് യഹൂദൻ അഥവാ ഇസ്രായേൽ. ഞാൻ ആവർത്തിക്കട്ടെ, ദൈവം ഉണ്ട് എന്നതിന് ഒറ്റ പദമാണ് യഹൂദൻ. അനേക വർഷങ്ങൾക്ക് മുമ്പ് റെയ്നാർഡ് ബോങ്കെ എന്ന പ്രസിഡന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ഓഫീസിൽ നിന്നിട്ട് തന്റെ ചുറ്റും നിന്ന ഉന്നതന്മാരോട് ചോദിച്ചു, ദൈവമുണ്ട് എന്നതിന് തെളിവ് എന്താണ്? ചുറ്റും നിന്ന ഏതോ ഉദ്യോഗസ്ഥർ ഇപ്രകാരം പറഞ്ഞു, യഹൂദൻ.
ദൈവത്തിന്റെ ടൈം പീസ് ആണ് സ്തോത്രം യഹൂദൻ. ദൈവത്തിന്റെ ഘടികാരമാണ് ഈ യഹൂദൻ. സ്തോത്രം. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, തിന്മയ്ക്കായി എന്തെങ്കിലും ഉണ്ടായി എങ്കിലും യഹൂദന്റെ മേൽ, നിങ്ങളുടെ മേൽ, ദൈവജനത്തിന്മേൽ തിന്മയ്ക്കായി ഒന്നും വരുന്നില്ല, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധം തിന്മയായിരുന്നു. പക്ഷെ ഒന്നാം ലോകമഹായുദ്ധം എന്ന തിന്മയുടെ പിന്നാലെ ഒരു നന്മ യഹൂദ ജനത്തിന് നേരെ കടന്നു വന്നു. ഒരിക്കൽ കൂടെ, ഒന്നാം ലോകമഹായുദ്ധം എന്ന തിന്മയിൽ സ്തോത്രം യഹൂദന്മാർക്ക് വേണ്ടി ഒരു നന്മയുടെ കരുതൽ ഉണ്ടായിരുന്നു. അതിന്റെ പേരായിരുന്നു ബാഡ്ഫോർഡ് ഡിക്ലറേഷൻ. അർത്ഥം 2000 വർഷമായി സ്വന്തം രാജ്യം ഇല്ലാതിരുന്ന യഹൂദൻ സ്വന്തം ജനത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്നുള്ള ഡിക്ലറേഷൻ ഉണ്ടായത് ഒന്നാം ലോകമഹായുദ്ധമാണ്. രണ്ടാം ലോകമഹായുദ്ധം വന്നപ്പോഴേക്കും 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടെങ്കിലും സ്വന്തം രാജ്യം അവർക്ക് ലഭിക്കാൻ അത് കാരണമായി തീർന്നു. നിങ്ങൾ കടന്നു പോകുന്ന ഓരോ പോരാട്ടത്തിലും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഏതോ നന്മയെ ദൈവം നിങ്ങൾക്കായി വച്ചിട്ടുണ്ട്. ഒരിക്കലും ആ പോരാട്ടം തിന്മയ്ക്കല്ല. ദൈവത്തിന്റെ കൃപയാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് 2023 ഒക്ടോബർ മാസം 8-ാം തീയതി നിസ്സംശയം ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നതുമില്ല, ഉറങ്ങുന്നതുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ബെഞ്ചമിൻ നെതന്യാഹു അല്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ജോ ബൈഡൻ അല്ല. ആകാശത്തെ ഭൂമിയും സൃഷ്ടിച്ച അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ കർത്താവ് ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ യുദ്ധത്തിലും ഇസ്രായേൽ ജയിക്കും. ഈ യുദ്ധത്തിലും സ്തോത്രം ശത്രുക്കൾ നടുങ്ങും. ഈ യുദ്ധത്തിലും ദൈവമായ കർത്താവ് തന്റെ ജനത്തെ മാനിക്കും, ഉയർത്തും, അതേ സംരക്ഷിക്കും. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. കാരണം യിരെമ്യാ 18 കർത്താവ് പറയുന്നു, നീ ഉടഞ്ഞു എന്ന് തോന്നിയേക്കാം, നീ തകർന്നു എന്ന് തോന്നിയേക്കാം, ദൈവം നിന്നെ കൈവിട്ടു എന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷേ നീ മറന്നു പോകല്ല. നീ എവിടെ ഇരിക്കുന്നു? തിന്മയുടെ കയ്യിലല്ല, ശത്രുവിന്റെ കയ്യിലല്ല, പകരം എന്റെ കയ്യിൽ നീ ഇരിക്കുന്ന ഗ്യാരണ്ടിയാ ഞാൻ പറയുന്നു. നീ പിതാവേ, ഹേ മാതാവേ, സഹോദരനെ, സഹോദരിയെ, കുഞ്ഞെ, നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. ഓ കാണിപ്പടുത്തുള്ള കർത്താവ് യേശു ക്രിസ്തുവിന്റെ കയ്യിൽ അതേ നീ ആയിരിക്കുന്നു. അവൻ ചില്ലറക്കാരൻ ല്ല, അവൻ ചെറിയവനല്ല. യോഹന്നാൻ 8:53 പറയുന്നു, അബ്രഹാമിനേക്കാൾ അവൻ വലിയവനാണ്. കാരണം അബ്രഹാം യേശു കർത്താവിന്റെ നാളിനെ കാണുവാൻ ആഗ്രഹിച്ചു. യേശു അബ്രഹാമിനും വലിയവൻ. കേട്ടവൻ ആമേൻ പറഞ്ഞേ. സ്തോത്രം. നമ്പർ 2 വേദപുസ്തകം പറയുന്നവൻ യാക്കോബിനേക്കാൾ വലിയവൻ. യോഹന്നാൻ 4 അതേ നട്ടുച്ച നേരത്തെ കിണറിന്റെ തീരത്ത് വെള്ളം ദാഹിച്ച് വന്നതായ ആ സ്ത്രീ കുടിച്ചത് യാക്കോബിന്റെ കിണറിൽ നിന്നാണ്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. വായ്, കാരണം ഞാൻ യാക്കോബിനേക്കാൾ വലിയവൻ. യേശു കർത്താവ് മോശയേക്കാൾ വലിയവൻ. എങ്ങനെ പറവാൻ ഗുണം കഴിയും? മോശ ന്യായപ്രമാണം നൽകിയവനാണ്. യോഹന്നാൻ സുവിശേഷം 1:17 പറയുന്നു, സ്തോത്രം, അതേ മോശയിലൂടെ അതേ ന്യായപ്രമാണം വന്നു. എന്നാൽ കർത്താവ് എന്താ ചെയ്തത്? മത്തായി സുവിശേഷം 5:17 പറയുന്നു, മോശ ന്യായപ്രമാണം തന്നു, എന്നാൽ യേശു കർത്താവ് ന്യായപ്രമാണം നിവർത്തിച്ചു. ഓ കമാൻ, നിങ്ങൾക്ക് മനസ്സിലായില്ല. മോശ ന്യായപ്രമാണം തന്നതേയുള്ളൂ, യേശു കർത്താവ് ന്യായപ്രമാണം നിവർത്തിച്ചു. അർത്ഥം, യേശു കർത്താവ് ന്യായപ്രമാണത്തെ യേശു കർത്താവ് മോശയേക്കാൾ വലിയവൻ. സങ്കീർത്തനം 110:10 പറയുന്നു, അവൻ ദാവീദിനേക്കാൾ യേശു വലിയവൻ. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം, അതേ ദാവീദ് പോലും യേശുവിനെ കർത്താവ് എന്ന് പറയുന്നു. മത്തായി സുവിശേഷം 12:42 യേശു പറഞ്ഞു, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. മത്തായി സുവിശേഷം 12:41 യേശു പറഞ്ഞു, സ്തോത്രം, ഇവിടെ ഇതാ യോനയിലും വലിയവൻ. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ കരിസ്മാറ്റിക് പ്രീച്ചറായ യോനയിലും വലിയവൻ. സ്തോത്രം. മർക്കോസ് സുവിശേഷം 1:8 യേശു കർത്താവ് പറഞ്ഞു, അതേ സ്തോത്രം, യോഹന്നാൻ തന്നെ പറയുന്നു, അതേ യേശു ആരാണ്? അവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. കാരണം യോഹന്നാൻ വെള്ളത്തിലാണ് സ്നാനപ്പെടുത്തിയത്. യേശു കർത്താവ് ഇന്ന് പകലും പരിശുദ്ധാത്മാവിലും ധീരം സ്നാനം കഴിപ്പിക്കുന്നു.
ചില്ലറക്കാരന്റെ കയ്യിലല്ല നിന്റെ ഇരിപ്പ്. നീ വന്നിരിക്കുന്നത് ഏതോ നാളെ ഒടിയാൻ പോകുന്നതായ പ്ലാസ്റ്റിക് കസേരയിലല്ല. ഇവിടെയാകട്ടെ, വീട്ടിലാകട്ടെ, ഓഫീസിലാകട്ടെ, അവസാന ശ്വാസം വരെ നീ ആയിരിക്കുന്നത് അബ്രഹാമിനേക്കാൾ, യാക്കോബിനേക്കാൾ, മോശയേക്കാൾ, ദാവീദിനേക്കാൾ, ശലോമോനേക്കാൾ, യോനയേക്കാൾ, അതേ സ്തോത്രം, യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായ അത്യുന്നതനായ ദൈവത്തിന്റെ കരത്തിൽ നീ ഇരിക്കുന്നു. വിശ്വസിക്കുന്നവർ ശബ്ദമിട്ട് ദൈവത്തെ സ്തുതിക്കും. ആ കർത്താവിന്റെ കയ്യിൽ നീ ഇരിക്കുമ്പോൾ കേൾക്കണമേ, അവൻ കുശവനാണ്. നീ സ്തോത്രം, അവന്റെ കയ്യിൽ കളിമണ്ണാണ്. അവൻ കുശവനാണ്, അവന്റെ കയ്യിൽ നീ കളിമണ്ണാണ്. ആ കുശവൻ വെറുതെയല്ല ഇരിക്കുന്നത്. യിരെമ്യാവ് പറയുന്നു, സ്തോത്രം, ആ വീട്ടിലേക്ക് ഞാൻ ചെന്നു. കുശവനോട് പ്രവചിക്കാനല്ല ദൈവം യിരെമ്യാവിനെ അയച്ചത്. ഹലോ, കുശവനോട് പ്രവചിക്കാനല്ല ദൈവം സ്തോത്രം യിരെമ്യാവിനെ അയച്ചത്. അർത്ഥം, വാചകമടിയല്ല ക്രിസ്തീയ ജീവിതം. കമാൺ, വാചകമടിയല്ല ക്രിസ്തീയ ജീവിതം. സംടൈംസ് ദൈവം പറയും, നിന്റെ വാടക്ക് ഞാൻ നിന്നോട് സംസാരിക്കട്ടെ. ചില സമയത്ത് ദൈവം പറയും, നിന്റെ നാവടക്ക് ഞാൻ നിന്നോട് സംസാരിക്കട്ടെ. ദൈവം സ്തോത്രം യിരെമ്യാവിനെ അതേ കുശവന്റെ വീട്ടിലേക്ക് അയച്ചത് അവനോട് എന്തെങ്കിലും ദൂത് പറവാനല്ല, പകരം അവനിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനുമല്ല. അങ്ങോട്ട് പറവാനുമല്ല, ഇങ്ങോട്ട് കേൾക്കാനുമല്ല. നീ അവന്റെ അധരത്തിൽ നോക്കേണ്ട യിരെമ്യാവേ, നീ അവന്റെ കയ്യിലേക്ക് നോക്കിയാൽ മതി. നീ അവന്റെ അധരത്തിലേക്ക് നോക്കേണ്ട, അവന്റെ കയ്യിലേക്ക് നോക്ക്. അർത്ഥം, അവന്റെ വാക്കുകളല്ല നീ കേൾക്കേണ്ടത്, അവന്റെ വാക്കുകളല്ല നീ ശ്രദ്ധിക്കേണ്ടത്, അവന്റെ വാചകമടിയല്ല നീ നോക്കേണ്ടത്, അവന്റെ ജീവിതമാണ് നീ നോക്കേണ്ടത്. ഹല്ലേലൂയ. പ്രാസംഗിന്റെ ശബ്ദമല്ല നീ കേൾക്കേണ്ടത്, അവന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദമല്ല നീ നോക്കേണ്ടത്. അടുത്തിരിക്കുന്ന രണ്ടുപേരും നോക്കി പറ, ജീവിതം നോക്ക്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, അവൻ ചെയ്യുന്നത് നോക്ക്, അവൻ ചെയ്യുന്നത് നോക്ക്, അവൻ ചെയ്യുന്നത് നോക്ക്, അവൻ ചെയ്യുന്നത് നോക്ക്. യിരെമ്യാ പ്രവചനം, എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം വേദപുസ്തകം പറയുന്നു, നിങ്ങളെ വിശ്വാസത്തിൽ നടത്തുന്നവരുടെ ജീവിത അവസാനം നോക്ക്. സ്തോത്രം, അതേ പ്രസംഗമല്ല വേണ്ടിയത്. തന്റെ 12 പോയിന്റ്, 7 പോയിന്റ്, MDH, ഡീലിറ്റ്, അതേ സ്തോത്രം, PhD, മാങ്ങാത്തൊലി മാറി നിൽക്ക്. പകരം സ്തോത്രം, അതേ ജീവിതം നോക്ക്. നിന്റെ ജീവിതമാണ്, ഒരുവന്റെ ജീവിതമാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. നീ നന്നായി പ്രവചിക്കുന്നവനാണ്, നീ ഭയങ്കര കൃപയുള്ളവനാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ നിന്നെ ആ കുശവന്റെ വീട്ടിലേക്ക് അയച്ചിരിക്കുന്നത് കുശവനാണ് അങ്ങോട്ട് വാചകം അടിക്കാനല്ല, കുശവനിൽ നിന്ന് ഇങ്ങോട്ട് കേൾക്കാനുമല്ല, അങ്ങോട്ട് പറയാനല്ല, ഇങ്ങോട്ട് കേൾക്കാനല്ല. അവന്റെ കയ്യിലേക്ക് നോക്കാട്ടെ, കയ്യിലേക്ക് നോക്കിയാട്ടെ. അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ പാത്രങ്ങൾ ഉളവാകുകയാണ്. അവന്റെ കയ്യിൽ നിന്ന്, കുശവന്റെ കയ്യിൽ നിന്ന് വിവിധ പാത്രങ്ങൾ ഉളവാകുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. യെസ്, വേദപുസ്തകം പറയുന്നു, അതേ പല തരത്തിലുള്ള പാത്രങ്ങൾ ദൈവത്തിന്റെ സഭയിലുണ്ട്. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് വലിയ ഒരു വീടാണ്. വലിയ വീട്. എല്ലാവരും വാ തുറന്ന് പറഞ്ഞേ, വലിയ വീട്. കേട്ടില്ല? ഒരിക്കൽ കൂടെ. വലിയ വീട്. ആ വലിയ വീട്ടിൽ 12 തരത്തിലുള്ള പാത്രങ്ങളാണ് ഞാൻ കണ്ടത്. ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവസഭയിലുള്ളതായ 12 പാത്രങ്ങൾ. റോമർ 9:21 മാനപാത്രം, റോമർ 9:21 തന്നെ അപമാനപാത്രം. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന മാനപാത്രങ്ങളായിരിക്കുന്ന ആരും ഉണ്ട്, അപമാനപാത്രങ്ങളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത് പറയുന്ന സെന്റൻസ് വീണ്ടും പറയും, പിന്നെയും കുശവന്റെ ചക്രം തിരിയുന്നുണ്ട്. ഹല്ലേലൂയ. മാനപാത്രം, അപമാനപാത്രം. റോമർ 9:23 കരുണാപാത്രം. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്തോ പാത്രം? കരുണാപാത്രം. റോമർ 9:24 കോപപാത്രം. എന്തോ പാത്രം പറഞ്ഞാട്ടെ? കോപപാത്രം. കോപപാത്രമായി ഈ സഭായോഗത്തിന് ആരെങ്കിലും വന്നു കയറിയെങ്കിൽ ചക്രം തിരിയുന്നുണ്ട്. കരുണാപാത്രമായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തൊടുവാൻ വേണ്ടി പോകുന്നു. യോഹന്നാൻ 2:6 പറയുന്നു, അക്കാലത്ത് അതേ സ്തോത്രം ശുദ്ധീകരണ നിയമം നിമിത്തം ശുദ്ധീകരണത്തിന് വേണ്ടി വീടിന് പുറത്ത് വെച്ചിരുന്ന പാത്രമുണ്ടായിരുന്നു, വെള്ളത്തിൽ നിറഞ്ഞിരുന്നതായ പുറം പാത്രം. വെള്ളത്തിൽ നിറഞ്ഞ് പുറത്തിരുന്നു, പക്ഷെ വീഞ്ഞിൽ നിറഞ്ഞപ്പോൾ അത് അകംപാത്രമായി. യെസ് 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 യെസ്. ഹല്ലേലൂയ. ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിൽ, ലോകത്തിന്റെ ധനത്തിൽ, ലോകത്തിന്റെ ധാടിയിൽ മോടിയിൽ നിറയുമ്പോൾ നീ പുറം പാത്രമാണ്, എത്ര വലിയവരെങ്കിലും. എന്നാൽ വീഞ്ഞിനാൽ നിറയുമ്പോൾ ഇന്ന് പകൽക്കാലം നിനക്കൊരു സ്ഥാനഭ്രംശം ഉണ്ടാകുന്നു. യെസ്, വീഞ്ഞിനാൽ നിറയുന്നവർക്കൊരു സ്ഥാനഭ്രംശമുണ്ട്. ആർക്കും വേണ്ടേ? വീഞ്ഞിനാൽ നിറയുന്നവർക്കൊരു പ്രൊമോഷൻ ഉണ്ട്. പുറം പാത്രങ്ങൾ മുഴുവൻ അകം പാത്രങ്ങളായി തീരും. അത് ആയിരങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമായിരിക്കും.
2 കൊരിന്ത്യർ 4:7 പറയുന്നു മൺപാത്രം. അതെ, മൺപാത്രം. 1 പത്രോസ് 3:7 പറയുന്നു ബലഹീന പാത്രം. ബലഹീന പാത്രം. ഏതോ സഹോദരിമാരെന്നെ തുറച്ചു നോക്കി എന്റെ കാര്യമാണോ പറയുന്നത്? ഒരേ ഒരു പ്രാവശ്യം മാത്രം പത്രോസ് പറഞ്ഞു സ്ത്രീ ബലഹീന പാത്രം. പക്ഷേ സിപ്പോറ പറയും, സിപ്പോറ മോശയുടെ മിസ്സിസ് സിപ്പോറ പറയും നോ 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 നോ, ഞാൻ ബലഹീന പാത്രമല്ല. ഇത് ഞാൻ വലിയൊരു പ്രവാചകനായത് അയാൾ എന്നെ സംരക്ഷിച്ചിട്ടല്ല, ഞാൻ അയാളെ സംരക്ഷിച്ചിട്ടാണ്. കമോൺ, ബലപ്പെട്ടു പോകുന്നവർക്കായി ദൈവത്തെ സ്തുതിച്ച് ഒരു പ്രസംഗമാണ് അത്. സ്തോത്രം. അതെ, ബലഹീന പാത്രം. അപ്പോസ്തലപ്രവൃത്തി 9:15 പറയുന്നു തിരഞ്ഞെടുത്ത പാത്രം, ചോസൻ വെസൽ. തിരഞ്ഞെടുത്ത പാത്രം. പൗലൂസ് രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് കടന്നു വരുമ്പോൾ, അഥവാ പൗലൂസിനെ കർത്താവ് കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ കർത്താവുമായി പൗലൂസിന് എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ, കർത്താവ് സ്തോത്രം ഇത് അനന്യാസിനോട് പറയുന്നു ഞാൻ അവനെ തിരഞ്ഞെടുത്ത പാത്രം. മനുഷ്യനല്ല തിരഞ്ഞെടുത്തത്, കൗൺസിലല്ല തിരഞ്ഞെടുത്തത്, ഏതോ കമ്മിറ്റിയും ജനറൽ കൗൺസിലും വോട്ടിട്ടല്ല തിരഞ്ഞെടുത്തത്. ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് അവനെ തിരഞ്ഞെടുത്തു. ഹലോ, മനുഷ്യൻ തിരഞ്ഞെടുത്തെങ്കിൽ മനുഷ്യനെ നിന്നെ ഇറക്കി വിടാം. എന്നാൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഒരു മനുഷ്യനെ നിന്നെ ഇറക്കി വിടുവാൻ കഴിയത്തില്ല. ദൈവം എന്നെ തിരഞ്ഞെടുത്തെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. തെരഞ്ഞെടുത്തതായ പാത്രം. സ്തോത്രം. സങ്കീർത്തനം 31:12 പറയുന്നു ബ്രോക്കൺ വെസൽ, ഞാൻ ഉടഞ്ഞ പാത്രം പോലെയായിരിക്കുന്നു. വിഷയങ്ങളാൽ ഉടഞ്ഞു വന്നാരോ എന്നെ കേൾക്കുന്നു. ഏതോ കാര്യാദികളിൽ തകർന്നു വന്നവർ എന്നെ കേൾക്കുന്നു. ഞാൻ വീണ്ടും ആ സെന്റൻസ് പറയട്ടെ, കുശവന്റെ ചക്രം നിങ്ങൾക്കായി തിരിയുന്നുണ്ട്. ഉടഞ്ഞു വന്നവർ മാനപാത്രമായി മടങ്ങുവാൻ വേണ്ടി പോകുന്നു. യെശയ്യാ 53:3 പറയുന്നു വ്യസനപാത്രം. സഹോദര സഹോദരി, ഏതെങ്കിലും വിഷയത്തിൽ നീ വ്യസനപാത്രമായിരിക്കുന്നു. മക്കളെ കുറിച്ച് വ്യസനപാത്രമായിരിക്കുന്നവരോ, സമ്പത്തിനെ കുറിച്ച് വ്യസനപാത്രമായിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് കാൽവരി ക്രൂശിന്മേൽ യേശു കർത്താവ് വ്യസനപാത്രമായി തീർന്നത്, യേശു നിന്റെ വ്യസനം ഏറ്റെടുത്തത് അവന്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത നീ അനുഭവിപ്പാൻ വേണ്ടിയാണ്. സഖറിയ 12:2 ഒടുവിലായി യെരൂശലേമിനെ കുറിച്ച് പറയുന്നു. സ്തോത്രം. പരിഭ്രമപാത്രം. യെരൂശലേമിനെ കുറിച്ച് സഖറിയാവ് പറയുന്നു കപ്പ് ഓഫ് ട്രംബ്ലിംഗ്, പരിഭ്രമപാത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. കുശവനിത വേല ചെയ്യുകയാണ്. 2600 വർഷങ്ങൾക്ക് മുമ്പ്. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച്. ഒത്തിരി ലെങ്തി മെസ്സേജാ. സ്തോത്രം. അതെ, നിങ്ങൾ ഉറങ്ങല്ലേ, ഞാൻ ഉറങ്ങാതെയാ ഇത് പ്രാപിച്ചത്. ഇന്നലെ രാത്രി 40 മിനിറ്റാണ് ഞാൻ ഉറങ്ങിയത്, റിയലി. അപ്പൊ നമ്മൾ 2 കൂട്ടരും കൂടെ ഇങ്ങനെ, ഞാൻ ഉറങ്ങാതെ ഇത് പ്രാപിച്ചു, എവരിരുന്ന് ഉറങ്ങുന്നു. കർത്താവേ, ഇതെന്തോ നീതി. ഓൺലൈനിൽ ഇരിക്കുന്ന എല്ലാവരും ചിരിക്കുന്നു. സ്തോത്രം. നോക്കിയേ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ കുശവന്റെ കയ്യിൽ. പെട്ടെന്ന് പറഞ്ഞേ, കുശവന്റെ കയ്യിൽ. 2600 years back, 2600 അതേ വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേമിൽ ധാരാളം കുശവന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇരമ്യാവിന്റെ കാലത്ത് സ്തോത്രം യെരൂശലേമിൽ ധാരാളം കുശവന്മാരുണ്ടായിരുന്നു. സ്തോത്രം. യെരൂശലേമിലേക്ക് 2600 വർഷങ്ങൾക്ക് മുമ്പ് പോയാൽ അന്നുമുണ്ട് കിഴക്കേ വശത്ത് മൗണ്ട് ഒലീവ്സ്, അതായത് ഒലിവുമല. അതിന്റെ താഴെ കിദ്രോൻ താഴ്വര. അതിന്റെ സ്തോത്രം കിദ്രോൻ താഴ്വര കയറി വരുമ്പോൾ കിഴക്കേ വാതിൽ അന്നുമുണ്ട്. അതിന്റെ വെസ്റ്റേൺ സൈഡ്, അതിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് നോക്കിയാൽ റഫീം താഴ്വര. റഫീം താഴ്വരയിലാണ് പണ്ട് കാലത്ത് യെരൂശലേമിനെ ഒരു കാരണവശാലും വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞ് രാക്ഷസന്മാർ കുടിയിരുന്നത്, മല്ലന്മാർ കുടുങ്ങിയിരുന്നത്. അതിന്റെ കുറച്ച് മാറിയാണ് ഏലാ താഴ്വര. ആ താഴ്വരയിൽ വെച്ചാണ് മറ്റേ മല്ലന്റെ തലയെ മറ്റേ പയ്യൻ വെട്ടിയെടുത്തത്. ആർക്കും വേണ്ടേ? മല്ലന്മാരെ വീഴ്ത്തുന്ന ചില പയ്യന്മാർ ഈ തലസ്ഥാന നഗരിയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. പടിഞ്ഞാറ് വേശ്യം റഫീം താഴ്വര, അവിടെ ഇതാ സ്തോത്രം. അതേ, മല്ലന്മാരുണ്ടായിരുന്നു. അതിന്റെ വലതുവശത്ത്, അതിന്റെ കിഴക്കേ വശത്തേക്ക് നോക്കിയാൽ ഡമസ്കസ് ഗേറ്റ് കഴിഞ്ഞ് സ്തോത്രം മുന്നോട്ട് നോക്കും ഗോർഡൻ കാൽവരി എന്ന് ഇന്ന് വിളിച്ചു പറയുന്നു. സ്തോത്രം. അതേ, ജനറൽ ഗോർഡൻ കാൽവരി. ഗോർഡൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു പട്ടാള ഉദ്യോഗസ്ഥനാണ്. ഒരു ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ തലയോടിടത്തിന്റെ ഫാഷനിൽ ഒരു പാറ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം തീരുമാനിച്ചു, യെസ്, ഈ വശത്ത് ഇവിടെ എവിടെയാണ് അതേ തലയോടിടം എന്ന സ്ഥലത്ത് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. ഒന്നും തോന്നിയില്ലയോ?
കർത്തൃമേശിയ സാക്ഷിയാക്കിയ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേം പട്ടണത്തിന്റെ വടക്ക് ഭാഗത്ത് 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 6 മണിക്കൂർ നേരം ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു നിനക്ക് വേണ്ടി ക്രൂശിന്മേൽ തൂങ്ങി നിന്ന്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് ഞാൻ പറഞ്ഞു. എന്നാൽ തെക്ക് വശം നോക്കിയാട്ടെ. തെക്ക് വശത്താണ് സ്തോത്രം സിറ്റി ഓഫ് ഡേവിഡ്, ദാവീദിന്റെ പട്ടണം. ആ തെക്ക് വശത്താണ് ഹുൽദ സ്റ്റെപ്പ് എന്നറിയപ്പെടുന്ന. ഹുൽദ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പ്രവാചകിയാണ്. ആ ഹുൽദ പടികൾ കയറിയാണ് ദേവാലയത്തിൽ സകലരും പോകുന്നത്. സ്തോത്രം. യേശു കർത്താവിന്റെ കാലത്തും ആ ഹുൽദ പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഹുൽദ പടിക്കെട്ടിൽ കയറുമ്പോഴേക്കും ഒരു ടാങ്ക് ഉണ്ട്, മഴവെള്ളത്താൽ നിറയപ്പെട്ടിരിക്കുന്നതായ ഒരു ടാങ്ക്. പുരുഷന്മാർ പ്രത്യേകിച്ച് അവിടേക്ക് മുങ്ങി ശുദ്ധീകരിച്ചിട്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നത്. യേശു കർത്താവ് ഹുൽദ സ്റ്റെപ്പിലൂടെ കയറിയാണ് ദേവാലയത്തിലേക്ക് കടന്നുപോയത്. ദേവാലയത്തിലേക്ക് കയറാൻ 2 വാതിലും പുറത്തേക്ക് ഇറങ്ങാൻ 3 വാതിലുമാണുള്ളത്. കേക്ക്, ശ്രദ്ധിക്ക്. കയറാൻ 2 വാതിലും പുറത്തേക്ക് ഇറങ്ങാൻ 3 വാതിലുമാണുള്ളത്. ബ്രദർ സുരേഷ് ബാബു, കയറാൻ 2 വാതിൽ, പുറത്തേക്ക് ഇറങ്ങാൻ 3 വാതിൽ. എന്താ കാര്യം? വരാൻ താമസമാണ്. വരുന്നത് താമസിച്ചാ വരുന്നത്. ദേവാലയത്തിൽ വരുന്നത് 10:45 11 വരത്തുള്ളൂ. വരുന്നത് താമസിച്ചാണ്, പക്ഷെ പെട്ടെന്ന് പോണം. ഇപ്പോഴേ വാച്ച് നോക്കി തുടങ്ങി. കാര്യം എന്താ? 2 വാതിൽ അകത്തേക്ക് കയറാൻ, 3 വാതിൽ പുറത്തേക്ക് ഇറങ്ങാൻ. സ്തോത്രം. സോ ആ തെക്ക് വശത്തുള്ളതായ ആ വാതിൽ കടന്ന് മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്തോത്രം ചെറിയൊരു താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ 20, 30, 50 എന്നുള്ളതുപോലെ കൂട്ടമായി സ്തോത്രം അതേ കുശവന്മാർ പണിതുകൊണ്ട് ഇരിക്കും എന്നാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് 2600 years back, 2600 വർഷങ്ങൾക്ക് മുമ്പ് ആ തെക്ക് വശത്തൂടെ ഹുൽദ സ്റ്റെപ്പ് കടന്ന് ദേവാലയം കടന്ന് നിങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ സിയോൻ മല. എല്ലാവരും പറഞ്ഞിട്ട് എന്തോ മല? മൂക്കുന്ന് മലയല്ല. കമാൺ, ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞേ. സിയോൻ മലയുടെ താഴ്വരയിൽ, സിയോൻ മലയുടെ മുകളിലായി കുശവനത പണിയുന്നു. അതിലെനിക്ക് പറയാനൊരു ദൂതുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സിയോൻ മലയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് നിന്നെ പണിയുവാൻ. എക്സാക്ട്ലി 2000 വർഷങ്ങൾക്ക് മുമ്പ് സിയോൻ മലയിൽ പരിശുദ്ധാത്മാവിറങ്ങിയിൽ അതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് 50, 30, 20 എന്നീ ക്രമത്തിൽ ഗണമായി കൂട്ടമായി കുശവന്മാർ ഇതാ പണിയുന്നു. 2 പേരെ തൊട്ട് പെട്ടെന്ന് പറയണം, ചക്രം തിരിയുന്നു. പെട്ടെന്ന് പറഞ്ഞേ, ചക്രം തിരിയുന്നു. പാത്രം ഉളവായി വരുന്ന പാത്രം പ്രയോജനപ്പെടണമെങ്കിൽ, ശ്രദ്ധിക്ക്, ഉളവായി വരുന്ന പാത്രം പ്രയോജനപ്പെടണമെങ്കിൽ ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ. യെസ്, ഹല്ലേലൂയ. ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്ന എല്ലാ സ്തോത്രം കരങ്ങളെ ഉയർത്തിയാട്ടെ. യെസ്, ദൈവം എന്നെ ഉപയോഗിക്കണം. ദൈവം നിന്നെ ഉപയോഗിക്കണമെങ്കിൽ നീ തീയിലൂടെ പോകണം. അല്ലെങ്കിൽ 1 ഔൺസ് വെള്ളം പോലും അതിനകത്ത് നിൽക്കത്തില്ല. ഇത് പറയാൻ ഭയങ്കര എളുപ്പം, ഇത് അനുഭവിക്കാൻ ഭയങ്കര പ്രയാസം. ഓളമാക്കിയ ശേഷം ഇതിനെടുത്ത് ഫർണസിൽ അഥവാ തീയിലെടുത്ത് വെക്കും. തീയിലെടുത്ത് വെച്ച് സ്തോത്രം അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ വിരലടയാളമോ വിരലിന്റെ സ്തോത്രം അതേ പാടോ മറ്റെന്തെങ്കിലും പൊട്ടലോ ചീറ്റലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പാത്രം ശരിയാകാത്തതാണെങ്കിൽ ആ സിയോൻ മലയുടെ വലത്തെ താഴ്വരയിലേക്ക് ആ ജനാല വഴി കുശവൻ ഒരൊറ്റ ഏറ് വെച്ചു കൊടുക്കും. ഇടക്കിടക്ക് ആ ചുറ്റുപാട് പാർക്കുന്നവർ പാത്രങ്ങൾ വീണുടയുന്നതായ ശബ്ദം കേൾക്കും. സ്തോത്രം. ഒരിക്കൽ കൂടെ ശരിയാകാത്ത പാത്രങ്ങൾ, കൊണപ്പെടാ കേസസ്, സ്തോത്രം കുശവൻ വക്കത്തില്ല. കുശവൻ പറയും പെർഫെക്റ്റ് വെസൽസ് മാത്രമേ ഉപയോഗിപ്പാൻ തക്കോണം കഴിയത്തുള്ളൂ, ഇത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് ആ ജനലിലൂടെ അതിനെ വലിച്ചു പുറത്തേക്ക് എറിയും. ആ സ്തോത്രം എറിയപ്പെടുന്നതായ പാത്രം കുതിരകളും ആൾക്കാരും ഒക്കെ ചവിട്ടി അതിനെ പൊടിയാക്കും. നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, നീ തിരികെ പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. നിങ്ങൾ ആ താഴ്വരയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിന്റെ പേരാണ് അക്കൽദാമ. അതിന്റെ പേരാണ് അക്കൽദാമ. പുസ്തകം വായിച്ചാലല്ലേ ഇതിന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അക്കൽദാമ, കുശവന്റെ താഴ്വര. അവിടെ ഒരുത്തൻ വീണുടയുന്ന ശബ്ദം അല്പനിമിഷം കഴിഞ്ഞ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുകയാണ്. കേട്ടിരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സോ സിറ്റി ഓഫ് ഡേവിഡ് കഴിഞ്ഞ് ദാവീദിന്റെ പട്ടണം കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ ഹുൽദ സ്റ്റെപ്പുകൾ കടന്ന് സിയോൻ മലയിലേക്ക് കയറുമ്പോൾ മുകളിലിതാ പണിയുന്നു എന്ന് പറഞ്ഞ് കുശവനിരുന്ന് പണിയുകയാണ്. ഇന്ന് പകലും ഓസ്ട്രേലിയ തുടങ്ങി അമേരിക്ക വരെ ലോകരാജ്യങ്ങളിൽ ശക്തനായ പരിശുദ്ധാത്മാവ്
മാനപാത്രങ്ങളെ പണിതു വരുന്നു. മാനപാത്രങ്ങളെ കർത്താവ് പണിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകവുമായി ദൈവകൃപയാൽ ദേശങ്ങളിൽ ഓടുവാൻ തക്കവണ്ണം മാനപാത്രങ്ങളെ കർത്താവ് പണിക്കുന്നു. വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറ, ഞാൻ കേട്ടില്ല, ഞാൻ ദൈവത്തിന്റെ പണിപ്പുരയിലാണ്. ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തിന്റെ പണിപ്പുരയിലാണ്. വലത് കരങ്ങളെ തലമേൽ വെച്ച് പറഞ്ഞേ, കർത്താവേ എന്നെ പണിയണമേ. യെസ്, ദൈവം നിന്നെ പണിയട്ടെ, ദൈവം നിന്നെ പണിയട്ടെ. എന്നാൽ ദൈവത്തിന്റെ പണിപ്പുരയിലായിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ച, കർത്താവ് എന്താ ഈ ജനത്തോട് പറയേണ്ടത്? ദൈവം പറഞ്ഞു, സ്തോത്രം, അതെ, ചിലപ്പോൾ നല്ല മണ്ണുകളുമുണ്ട്, പൊല്ലാത്ത മണ്ണുകളുമുണ്ട്. നല്ല മണ്ണുകളുമുണ്ട്, പൊല്ലാത്ത മണ്ണുകളുമുണ്ട്. നല്ല കളിമണ്ണുണ്ട്, മോശം കളിമണ്ണുമുണ്ട്. സ്തോത്രം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കയറി ഇറങ്ങുവാ നല്ല കരങ്ങളുമുണ്ട്, മോശം കരങ്ങളുമുണ്ട്. നല്ല കരങ്ങൾ നിന്നെ തേടിയെത്തുന്നു, മോശം കരങ്ങൾ നിന്നെ തേടിയെത്തുന്നു. രണ്ട് കൂട്ടരെന്നെ കേൾക്കുന്നു. നല്ല മണ്ണുമുണ്ട്, മോശം മണ്ണുമുണ്ട്. നല്ല മണ്ണാണ് ഞാൻ എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. നാല് കാറ്റഗറി ഞാൻ പറയട്ടെ. നമ്പർ 1, ഗുഡ് ഹാൻഡ്സ് ആൻഡ് ബാഡ് ക്ലേ. ഗുഡ് ഹാൻഡ്സ് ആൻഡ് ഗുഡ് ക്ലേ. ബാഡ് ഹാൻഡ്സ് ആൻഡ് ബാഡ് ക്ലേ. ബാഡ് ഹാൻഡ്സ് ആൻഡ് ഗുഡ് ക്ലേ. എന്തോ മനസ്സിലായി? സ്തോത്രം. ഒരിക്കൽ കൂടെ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുക്കാൻ. നമ്പർ 1, ഗുഡ് ഹാൻഡ്സ്, നല്ല കൈയും. ബാഡ് ക്ലേ, മോശം മണ്ണും. ഒരിക്കൽ കൂടെ, നല്ല കൈയാണ്, മോശം മണ്ണാണ്. എല്ലാവരും പറഞ്ഞാട്ടെ. അങ്ങനെയല്ല, വീട്ടിൽ പറയുന്ന പോലെ നല്ല കൈയും മോശം മണ്ണും. അങ്ങനെയല്ല മക്കളെ. അവര് പറയുന്ന ഇംഗ്ലീഷ് ഉണ്ടാവുന്നതിന് ഇതിനും നല്ല വിറ്റാമിൻ ഉണ്ട്. കമാൺ, ശബ്ദം ഉയർത്തി. നല്ല കൈയും, നല്ല കൈയും മോശം മണ്ണും. നേരെ തിരിച്ച്, നല്ല കൈയും നല്ല മണ്ണും. എഴുതിയെടുക്കപ്പെട്ടത് നല്ല കൈയും മോശം മണ്ണും. നല്ല കൈയും. ആരും മിണ്ടുന്നില്ല, അപ്പൊ എല്ലാവരും പിന്മാറ്റത്തിൽ പോയി. സ്തോത്രം. എഴുതിയപ്പോ എല്ലാവരും പിന്മാറ്റത്തിൽ പോയി. ഒരിക്കൽ കൂടെ, നല്ല കൈയും മോശം മണ്ണും. നല്ല കൈയും നല്ല മണ്ണും. സെക്കൻഡ് സ്റ്റെപ്പ്. സ്തോത്രം. മോശം കയ്യ്, മോശം മണ്ണ്. യെസ്, മോശം കയ്യ്, നല്ല മണ്ണ്. 4 കൂട്ടരെയാണ് ഇന്ന് പകൽക്കാലം വേഗത്തിൽ സ്പർശിച്ചിട്ട് കർത്തമേശയിലേക്ക് നമ്മൾ കൈനീട്ടുവാൻ വേണ്ടി പോകുന്നത്. 4 തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് സ്തോത്രം ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. നമ്പർ 1, നല്ല കൈയാണ്. കുശവന്റെ കൈ നല്ലതാണ്. കുശവന്റെ കൈ എക്സലന്റ് ആയിരുന്നു. അതുപോലൊരു കൈയില്ല. ബെസ്റ്റ് കൈ ആയിരുന്നു. പക്ഷേ ആ മണ്ണ് മോശമായി പോയി. ഏറ്റവും ബെസ്റ്റ് കൈ ഒരുവനെ ലഭിച്ചത്, ഏറ്റവും ബെസ്റ്റ് കൈ. മക്കളെ, സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ഉണർവ് നടക്കുകയാണ്. എന്റെ മീറ്റിംഗിരുന്ന് ഏവനൊക്കെ ബഹളം കാണിച്ചാലും അവനൊക്കെ എന്നെ പോലെ പ്രസംഗിക്കും. ഹല്ലേലൂയ. അപ്പൊ നോക്ക്, സ്തോത്രം. ഒരു മനുഷ്യനെ ലഭിച്ചത്, ഒരു വ്യക്തിക്ക് ലഭിച്ചത് പുള്ളി മോശമാണ്. പക്ഷെ അവന് കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് കൈയാണ്. സ്തോത്രം. ഏറ്റവും ബെസ്റ്റ് കൗൺസിലറാണ് 3.5 വർഷം അവനെ നടത്തിയത്. ഏറ്റവും ബെസ്റ്റ് പാസ്റ്ററാണ് 3.5 വർഷം അവനോട് കൂടെ ഉണ്ടായിരുന്നത്. ഏറ്റവും ബെസ്റ്റ് പാസ്റ്ററുടെ ടീച്ചിങ്ങും പ്രീച്ചിങ്ങുമാണ് അവൻ തൊട്ടടുത്തിരുന്ന് കേട്ടത്. പക്ഷെ എത്രത്തോളം കേട്ടോ അത്രത്തോളം അവന്റെ ഹൃദയം കഠിനപ്പെട്ടതേയുള്ളൂ. എന്നിട്ട് മാറി നിന്ന് പാസ്റ്ററെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യൂദയെ നിന്റെ മണ്ണ് മോശമായി പോയി, നീയാകുന്നവൻ മോശമായി പോയി. എന്തൊരു ശാന്തതയെന്ന് നോക്ക്. ഹല്ലേലൂയ. കാറ്റ് ശാസിച്ചതുപോലെ കടലിനെ ശാന്തമായി. എന്തൊരു ശാന്തത. സ്തോത്രം. യൂദേ, നിന്റെ അകത്തിരിക്കുന്ന മുഴുവൻ തന്ത്രമാ. സ്തോത്രം. അതെ, ജോസീഫസ് ഇങ്ങനെ പറയുന്നു. സ്തോത്രം. യൂദയെ കുറിച്ച്, നിങ്ങളെ കുറിച്ചല്ല. ജോസീഫസ് ഇങ്ങനെ പറയുന്നു. സ്തോത്രം. കയ്യഫാവിന്റെ ചാരനായിരുന്നു യൂദയെന്ന്. യേശു എവിടെ ഉറങ്ങുന്നു, യേശു എങ്ങോട്ട് പോകുന്നു, എന്തോ കഴിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, എവിടെ നിൽക്കുന്നു എന്ന് മുഴുവൻ കൊണ്ടുപോയി ഊറ്റി കൊടുക്കുന്ന ഒരു ഊറ്റൽ വിദഗ്ധനായിരുന്നു, ഒരു ചാരനായിരുന്നു യൂദ. സ്തോത്രം. ഇതുപോലെ ഒറ്റുകാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളണം. നിന്റെ ഉറക്കം മാറി നിൽക്കട്ടെ. 5 മിനിറ്റ് കേട്ടിരുന്നാട്ടെ. സ്തോത്രം. അതായിരുന്നു യൂദ. യൂദയുടെ മറ്റൊരു പേര്, അല്ലെങ്കിൽ എബ്രായ പദത്തിൽ യഹൂദ എന്നാണ്. യഹൂദ എന്ന് പറഞ്ഞാൽ ജൂഡ മീൻസ് സ്തുതി എന്നാണ്. സ്തോത്രം. അവന്റെ പേര്. ആര് സ്തുതിക്കുന്നു അവന്റെ മേൽ ദൈവം ഇറങ്ങുന്നു. ആര് സ്തുതിക്കുന്നു ദൈവം ഇറങ്ങുന്നത് കൊണ്ട് അവൻ ജയിക്കുന്നു. ഒരിക്കൽ കൂടെ, വായ പൂട്ടി ഇരിക്കുന്നവൻ ജീവിതത്തിൽ തോൽക്കും, സ്തുതിക്കുന്നവൻ ജയിക്കും, സ്തുതിക്കുന്നവൻ മുന്നേറും. ഹല്ലേലൂയ. മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവർ ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞേ. യെസ്, ഹല്ലേലൂയ. അതാണ് യഹൂദ.
സ്തുതിക്കുമ്പോൾ ദൈവം വീരനെ പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നു. ദൈവം ഇറങ്ങുന്നത് ഏതോ മലയിലോ താഴ്വരയിലല്ല, സ്തുതിക്കുന്നവന് മേൽ ദൈവം ഇറങ്ങി വരുന്നു. യഹൂദയുടെ പേര് ബെസ്റ്റാണ്, പക്ഷെ പ്രവൃത്തി ദോഷമാണ്. ഒരിക്കൽ കൂടെ, അവന്റെ പേരിലെല്ലാം ഉണ്ട്, പക്ഷെ അവൻ പ്രവൃത്തി ദോഷമാണ്. ബെസ്റ്റ് കൈയാണ് അവന് ലഭിച്ചത്, ബെസ്റ്റ് കൈയാണ് ലഭിച്ചത്, പക്ഷെ അവന്റെ മണ്ണ് സ്തോത്രം മോശമായി പോയി. അതുകൊണ്ട് സമയം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം, സംഭവം അറിയാം. അവൻ യേശു കർത്താവിനെ സ്തോത്രം കാണിച്ചു കൊടുത്തു, യേശുവിനെ കാണിച്ചു കൊടുത്തു. വാ വാ വാ, സ്തോത്രം, ഞാൻ യേശുവിനെ കാണിച്ചു തരാം. 3.5 വർഷക്കാലം 12 പേർ യേശുവിനോട് കൂടെ നടന്നപ്പോൾ അവർ യേശുവിനെ പോലെയായി. സ്നാനപ്പെട്ടിട്ട് 20 വർഷമായി, 25 വർഷമായി, 52 വർഷമായി, 10 വർഷമായി. പക്ഷെ നീ ആരെ പോലെയായി? പലരും പറയുന്നു പാസ്റ്റർ പോലെയായി, ബ്രദർ പ്രസംഗിക്കുന്ന പോലെയാ ഞാൻ പ്രസംഗിക്കുന്നത്. നോ മക്കളെ, നീ ആകേണ്ടത് യേശുവിനെ പോലെ ആകണം. മനുഷ്യ സഹജമാണ്. സ്തോത്രം, പ്ലാറ്റ്ഫോമിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കുന്നവനെ പോലെ കണ്ണീരെല്ലാം തുടയ്ക്കും എന്ന് ആയി പോകും. പക്ഷേ നിന്റെ അന്തിമ ലക്ഷ്യം ഭൂമിയിൽ ഇന്ന് ജീവിച്ച് നാളെ മരിക്കുന്ന മനുഷ്യനെ പോലെ അല്ല നീ ആകേണ്ടത്. മരണത്തെ പരാജയപ്പെടുത്തി ജീവിക്കുന്ന യേശുവിനെ പോലെ നീ ആകേണം. ഒരു കർഷണം ഇരുമ്പിനെ എടുത്ത് മാഗ്നറ്റിനോട്, കാന്തത്തോട് ചേർത്ത് വെച്ചാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ കാന്തം ആകർഷിക്കുന്നത് പോലെ ഇരുമ്പ് മറ്റ് വസ്തുക്കളെ ആകർഷിക്കുക. ഈ കാന്തം എങ്ങനെയാണോ മറ്റ് ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഇപ്പോൾ ഈ ഇരുമ്പ് മറ്റു വസ്തുക്കളെ ആകർഷിക്കും. കാരണം ചേർന്നിരുന്നത് സ്തോത്രം കാന്തത്തോടെയാണ്. അർത്ഥം, യേശുവിനോട് നീ പറ്റിയിരുന്നാൽ നീ ഓർത്തഡോക്സും കത്തോലിക്കനും മർത്തോമയും CSIയും പെന്തിക്കോസും അല്ല ആകുന്നത്. നീ ആകുന്നത് കർത്താവ് യേശുവിനെ പോലെ നീ ആയി തീര്. 3.5 വർഷക്കാലം they cannot identify, അവർക്കൊരിക്കലും സ്തോത്രം ആരാണ് യേശു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എല്ലാവരും ഒരുപോലെ ഇരിക്കുകയാണ്. പക്ഷേ യൂദ പറഞ്ഞു, വാ ഞാൻ കാണിച്ചു തരാം, എനിക്കവനെ അറിയാം, ഞാൻ കാണിച്ചു തരാം, എനിക്കവനെ എനിക്കവനെ അറിയാം, വാ കാണിച്ചു തരാം, എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് യൂദ കൂട്ടിക്കൊണ്ടുവന്നത്. സ്തോത്രം. പക്ഷെ വേറൊരുത്തൻ മറുവശത്ത് നോക്കി, ഒരു പത്രോസ് 18 വയസ്സ് പ്രായമുള്ള പെണ്ണിനോട് പറഞ്ഞു, സ്തോത്രം, എനിക്കവനെ മക്കളെ എനിക്കവനെ അറിയത്തില്ല. ഒരുത്തൻ പറഞ്ഞു എനിക്കവനെ അറിയാം, മറ്റവൻ പറഞ്ഞു അറിയത്തില്ല. പക്ഷെ എൻ്റെ കുശവന്റെ ചക്രം കറങ്ങിയപ്പോഴുണ്ടല്ലോ, കുശവന്റെ ഒരുത്തൻ പറഞ്ഞ അത് അറിയത്തേ ഇല്ല, മറ്റവൻ പറഞ്ഞ അറിയാം. പക്ഷെ കുശവന്റെ ചക്രം കറങ്ങിയപ്പോൾ അറിയത്തില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞവനെ കൊണ്ട് ആ ചക്രം കറങ്ങിയത് കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചു. ഞാൻ ഒരു രഹസ്യം പറയാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് പള്ളിയിൽ വന്നിട്ടല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് സ്തോത്രം ഏതോ പ്രസംഗം കേട്ടിട്ടില്ല, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ബാക്കി പറ. റിയലി വായിക്കൊണ്ട്. സോ പത്രോസ് 3 പ്രാവശ്യം എനിക്കവനെ അറിയത്തില്ല. അവന്റെ നിത്യത പോയി. എന്നാൽ അവന്റെ നിത്യത പോയപ്പോ ചക്രം കറങ്ങുകയാണ്. ഇന്ന് പകൽക്കാലം പിന്മാറ്റത്തിൽ പോയവൻ, പാപത്തിൽ വീണവൻ, ചക്രം കറങ്ങുന്നുണ്ട്. തിരിച്ചു കയറ്. ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു കയറ്, കൃപയിലേക്ക് തിരിച്ചു കയറ്. പണ്ടത്തെ പ്രാർത്ഥനയിലും പണ്ടത്തെ ആരാധനയിലും പഴയ അഭിഷേകത്തിലേക്കും തിരിച്ചു കയറിയാട്ടെ. എനിക്കവനെ അറിയത്തില്ല എന്ന് പറഞ്ഞവനെ യേശു തിരിച്ചു പിടിച്ചു. വലയിട്ടും പിടിപ്പാൻ യേശുവിനറിയാം, ചൂണ്ടലിട്ട് പിടിക്കാനും യേശുവിനറിയാം. ശിഷ്യന്മാരെ കൊണ്ട് വലയിലും സ്പെഷ്യലിസ്റ്റ് ആണ്, യേശു ചൂണ്ടലിനും സ്പെഷ്യലിസ്റ്റ് ആണ്. ഇപ്പോൾ സ്തോത്രം പത്രോസിനെ കർത്താവ് തിരിച്ചു പിടിച്ചു. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൽ നിന്ന് വഴുതി പോകുന്ന സകലതിനെ ഈ 8-ാം തീയതി കർത്താവ് തിരിച്ചു പിടിക്കുന്ന പകലാണ്. ശത്രു നോട്ടമിടുന്ന, ശത്രു വേട്ടയാടുന്ന സകല വ്യക്തികളെ, കുടുംബങ്ങളെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പാരമ്പര്യങ്ങളിൽ നിന്നും, പാപത്തിൽ നിന്നും, ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും യഹൂദ ഗോത്രത്തിലെ സിംഹം തിരിച്ചു പിടിക്കുകയാണ്. എനിക്ക് അതിശയം തോന്നിയത്, സ്തോത്രം, അറിയത്തില്ല എന്ന് പറഞ്ഞവനെ കർത്താവ് തിരിച്ചു പിടിച്ചെങ്കിൽ, അറിയാമെന്ന് പറഞ്ഞവനെ എത്ര അധികം തിരിച്ചു പിടിക്കുമായിരുന്നു. അറിയത്തില്ലെന്ന് പറഞ്ഞ പത്രോസിനെ ആ കുശവൻ തിരിച്ചു പിടിച്ചെങ്കിൽ,
വാ, എനിക്കവനെ അറിയാം, ഗതശമനയിലുണ്ട്, ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മുട്ടുമേ നിൽക്കുക. വാ, ഇപ്പൊ അവൻ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. വാ, ഇപ്പൊ അവന്റെ കൂടെ ആരൊക്കെയുണ്ട്, എവിടെയുണ്ടെന്ന് എനിക്കറിയാം. വാ, എനിക്കവനെ അറിയാം, എനിക്കവനെ അറിയാം, എനിക്കവനെ അറിയാമെന്ന് പറഞ്ഞവനെ കർത്താവ് എത്ര അധികം തിരിച്ചു പിടിക്കുമായിരുന്നു. സോ ഇന്ന് പകൽക്കാലം എനിക്ക് യൂതെ കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേടാ, നീ എന്തിനാടാ ചത്തത്, നീ എന്തിനാ കയറെടുത്തത്, നീ എന്തിനാ ആത്മഹത്യ ചെയ്തത്, നീ എന്തിനാ നിന്റെ കൊടൽമാലയെല്ലാം തകർന്ന് ആ കുശവൻ ആ പാത്രത്തെ വലിച്ചെറിയുന്നതായ ആ താഴ്വരകൾ ബ്ലും ഒരു പ്രത്യേക ശബ്ദത്തോടെ നീ പൊട്ടിത്തെറിച്ചത് നിങ്ങൾ കേട്ടോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യാഴാഴ്ച അർദ്ധരാത്രിയിൽ ഒരു മൃതശരീരം ആ പാത്രം വീണ് ഉടയുന്ന ആ താഴ്വരകൾ തകർന്നു വീണ ശബ്ദം നിങ്ങൾ കേട്ടോ? യേശുവിന്റെ നാമത്തിൽ നീ ചാകാൻ പാടില്ലായിരുന്നോ? നീ കഷ്ടിച്ചൊന്ന് പിടിച്ചു നിൽക്കണമായിരുന്നു, നീ കഷ്ടിച്ചൊന്ന് പിടിച്ചു നിൽക്കണമായിരുന്നു. ഓ കമാൺ കമാൺ, കഷ്ടിച്ച് നീ പിടിച്ചു നിൽക്കണം. ഇന്ന് പകരം എങ്ങനെങ്കിലും ചത്താൽ മതി, ചത്താൽ മതി എന്ന് ചിന്തിക്കുന്ന ആരോണ്ട്? ഇന്ന് പകരം എങ്ങനെങ്കിലും മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആരോണ്ട്? പക്ഷെ ഈ ദൂത് പറയുമ്പോൾ തന്നെ ആ മരണത്തിന്റെ പാശങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വചനമാകുന്ന വാൾ അതിനെ വെട്ടിമാറ്റുകയാണ്. മരണങ്ങൾ ഇന്ന് പകൽക്കാലം പിന്മാറട്ടെ, അസ്വസ്ഥതകൾ ഇന്ന് പകൽക്കാലം പിന്മാറട്ടെ. കമോൺ, പിടിച്ചു നിന്നോട്ടെ. നിന്റെ പേരിൽ ഒരു അനുഗ്രഹമുണ്ട്, പിടിച്ചു നിന്നോട്ടെ. നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്, പിടിച്ചു നിന്നോട്ടെ. നിന്റെ പേരിൽ വെളിപ്പെടുന്ന വലിയൊരു പ്രവൃത്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരമാലകൾ വലുതായിരിക്കാം, കൊടുങ്കാറ്റ് വലുതായിരിക്കാം, പരിഹാസം വലുതായിരിക്കാം, ബന്ധുക്കൾ ആക്ഷേപം വലുതായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം പ്രൊഫറ്റിക്കായി രഹസ്യങ്ങളെ അറിയുന്ന ദൈവം, ചിന്തകളെ വിചാരങ്ങളെ വിവേചിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ആരോടോ പറയുന്നു, ആയുധം വെക്കല്, പരാജയം സമ്മതിക്കല്, ആയുധം വെക്കല്ലേ, കീഴടങ്ങല്ലേ, പിടിച്ചുന്നില്ല. നിനക്ക് മുൻപ് യഹൂദ ഗോത്രത്തിലെ സിംഹം പുറപ്പെട്ടിട്ടുണ്ട്. യെസ് 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 യെസ്, നിന്റെ പേരിൽ ഒരു അനുഗ്രഹമുണ്ട്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്നവരെല്ലാവരും ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞിരുന്നാണ്. കമാണ്, ഇന്ന് പകൽക്കാലം നിന്റെ തലയിലെഴുത്തെന്ന് നീ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇന്ന് പകൽക്കാലം കർത്താവ് അതിനെ മായ്ച്ചു കളയുകയാണ്. നിന്റെ ജാതകം എഴുതിയതും, നിന്റെ ജാതി എഴുതിയതും, നിന്റെ ജോത്സ്യൻ എഴുതിയതും, പിശാച് എഴുതിയതും സകലത എന്റെ കർത്താവ് മായ്ച്ചു കളഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം തമ്പുരാൻ പറയുന്നു, ആരും കണ്ടിട്ടില്ലാത്ത, നിന്റെ കുടുംബത്തിൽ ആരിലൂടെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ ചരിത്രം ഞാൻ നിന്നിലൂടെ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്ന യേശുവിന്റെ നാമത്തിൽ 4 പേരെ തൊട്ട് ശക്തിയോടെ പറഞ്ഞോട്ടെ, പിടിച്ചു നിൽക്കണം. പെട്ടെന്ന് പറ 4 പേരെ തൊട്ട് പിടിച്ചു നിൽക്കണം. യേശുവിന്റെ നാമത്തിൽ പിടിച്ചു നിൽക്കണം. വായ് ബ്രദർ സുരേഷ് ബാബു, എന്തിനാ ചങ്കിക്കുത്തുന്ന വർത്താനം പോലെ ഈ 8-ാം തീയതി ഇങ്ങനെ പറയുന്നേ? അപ്പോസ്തലപ്രവൃത്തി 9:15 കർത്താവ് പറഞ്ഞ ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു, ഞാൻ അവനെ തെരഞ്ഞെടുത്ത പാത്രം. ശൗലിനെ നോക്കി പറയുക, പൗലൂസിനെ നോക്കി പറയുക, ഞാൻ അവനെ തെരഞ്ഞെടുത്ത പാത്രം. അപ്പൊ ആ 1-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്ത മത്തിയാസിനെ എന്റെ പ്രോഗ്രാമിലില്ല. അവൻ കോൺഫറൻസിന് മാത്രമേ വന്നുള്ളൂ, അവന് ഇലക്ഷന് മാത്രമേ വന്നുള്ളൂ, അവന് പൊസിഷൻ മാത്രം മതി. ഒറ്റ പ്രാവശ്യം മത്തിയാസിന് എഴുതിയിട്ട്. പക്ഷേ യൂദയ്ക്ക് പകരമായി ഞാൻ തെരഞ്ഞെടുത്ത പൗലൂസിനെയാ. അതുകൊണ്ടാണ് സ്തോത്രം പൗലൂസും പറഞ്ഞത് വെളിപ്പാടിന്റെ വേറൊരു പേര് അറിയാം. അങ്ങനെ ഞങ്ങൾക്ക് യൂദ കഷ്ടിച്ച് പിടിച്ചു നിന്നിരുന്നെങ്കിൽ അവനാണ് അറിവിന്റെ സ്പെഷ്യലിസ്റ്റ് ആയത്. കമൺ, ഇന്ന് പകൽക്കാലം ഏതിന്റെയൊക്കെ സ്പെഷ്യലിസ്റ്റുമാർ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റുമാർ എന്നെ ദൈവകൃപയാൽ കേൾക്കുന്നുണ്ട്. പിടിച്ചു നിന്നോട്ട് ചില വർഷം കഴിയുമ്പോൾ, മേ ബി 2 years or 5 years or 10 years കഴിയുമ്പോൾ നിന്റെ പേരിൽ എന്റെ തമ്പുരാൻ പുറത്തെടുക്കുന്ന ഒരു ഭയങ്കര പ്രവൃത്തിയുണ്ട് മകളെ. പിടിച്ചെന്നില്ല. നീ ലജ്ജിച്ചു പോകത്തില്ല, നീ താളടിയാകത്തില്ല, നീ തകർന്നു പോകത്തില്ല. കാരണം നീ കിടക്കുന്നത് പ്രശ്നത്തിന് വെല്ലുവിളിയിലും അല്ല, നീ ആയിരിക്കുന്നത് അതേ കുശവന്റെ കയ്യിലാണ്.
കുശവന്റെ കയ്യിലാണ്. സകല മരണഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിട്ടുപോകട്ടെ. എല്ലാ ആത്മഹത്യ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. കൈയടിക്കത്തില്ലയോ? യേശുവിന്റെ നാമത്തിൽ എല്ലാ നിരാശകൾ, എല്ലാ നെഗറ്റീവ് ശക്തികൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ മുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. എല്ലാ ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും മാറട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി ഗർജിക്കുന്ന സ്വരത്തിൽ പറഞ്ഞ ഞാൻ പിടിച്ചു നിൽക്കും. കേട്ടില്ല? ഒരിക്കൽ കൂടെ, ഞാൻ പിടിച്ചു നിൽക്കും. പിടിച്ചു നിന്നാടെ. സ്തോത്രം. മോശം അതേ ക്ലേ ആയിരിക്കാം, മോശം കളിമണ്ണായിരിക്കാം, പക്ഷെ നീ ഇരിക്കുന്നത് സ്തോത്രം നല്ല കയ്യിലാണ്. നിനക്ക് ഒത്തിരി മോശത്തരങ്ങൾ ഉണ്ടായിരിക്കാം, പിടിച്ചെന്നില്ല. ഉള്ള കാര്യം സ്തോത്രം വെള്ള പൂശാതെ തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അപ്പൊ ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പൊ ഇന്നടത്ത് തെറ്റിപ്പോ, ഇന്നടത്ത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം മോശം ക്ലേ ആയിരിക്കാം, മോശം കളിമണ്ണായിരിക്കാം, അവന്റെ കയ്യിൽ കൊടുക്ക്. കുശവന്റെ ചക്രം വീണ്ടും തിരിയുന്നുണ്ട്. കുശവന്റെ ചക്രം വീണ്ടും തിരിയുന്നുണ്ട്. കൈയടിക്കുന്നെങ്കിൽ ആർപ്പെട്ട ദൈവത്തെ സ്തുതിച്ച്. കുശവന്റെ കൈയിൽ കാളിമണ്ണു പോൽ ഒരിക്കൽ കൂടെ. കുശവന്റെ കൈയിൽ കാളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ മെനങ്ങിടണമേ. വാർത്തെടുക്കണേ ദിവ്യഹീതം പോലെ ഏഴയാമെന്റെ മെനങ്ങിടണമേ. വാർത്തെടുക്കണേ ദിവ്യഹീതം പോലെ ഏഴയാമെന്നെ. രണ്ടാമതായി സ്തോത്രം നല്ല കൈയും നല്ല മണ്ണും. 2 ശമൂവേൽ 24:14 2 ശമൂവേൽ 24:14 വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു നല്ല കൈയും സ്തോത്രം അതേ നല്ല മണ്ണും. ആരാണ് നല്ല കൈയാകുന്ന? കർത്താവിന്റെ നല്ല കയ്യിലിരുന്നതായ നല്ല മണ്ണ്. ദാവീദ് ഗാദിനോട് ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലുതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞ നല്ല മണ്ണ് നല്ല കണ്ണിൽ ഇതാ വീണിരിക്കുന്നു. ദാവീദ് ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ് അവനക്ക് പ്രശ്നം ഉണ്ടായത്, ബെർശേബയുടെ കുളി. ബാക്കിയുള്ള സകലതിലും അവൻ പെർഫെക്റ്റ് ആയിരുന്നു. സ്തോത്രം. അക്കാലത്ത് ദാവീദ് പട്ടണത്തിൽ തട്ടിട്ട് പാർക്കുന്നതായ ഭവനങ്ങളാണ്. ഏറ്റവും മുകളിൽ ദാവീദിന്റെ കൊട്ടാരം, പിന്നെ താഴെ സ്തോത്രം അതേ ജനറൽസിന്റെ വീട്, പിന്നെ ധനികന്മാരുടെ വീട്, സാധാരണക്കാരുടെ വീട്, അങ്ങനെ സ്തോത്രം പോവുകയാണ്. അക്കാലത്ത് ആർക്കും വാട്സപ്പും ഫേസ്ബുക്കും മെസ്സഞ്ചറും ഒന്നുമില്ല. തിരുമനസ് ടെറസിൽ കയറിയിട്ടുണ്ട്, ആരും ഇപ്പോൾ പുറത്തിറങ്ങി കുളിക്കരുത് എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കാൻ അക്കാലത്തെ സിസ്റ്റമില്ല. സ്തോത്രം. തിരുമനസ് അതെ ഉലാത്തി അതവന്റെ അവസാനത്തെ നിങ്ങൾക്കറിയാം സ്റ്റോറി. സ്തോത്രം. എക്സെപ്റ്റ് അതിനേക്കാൾ ബാക്കിയുള്ള സകലത്തിനും he is a man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ദാവീദ്. പക്ഷെ വേദപുസ്തകം പറയുന്നു 69-ാം സങ്കീർത്തനം 10-ാം വാക്യം പറയുമ്പോൾ അവന്റെ അമ്മയുടെ വശത്ത് ആരും അവനെ കൂട്ടിയില്ല, അവന്റെ അപ്പന്റെ വശത്തും ആരും അവനെ ചേർത്തില്ല. കാരണം അവന്റെ അമ്മ വന്ന് യൂറോപ്യൻ സൈഡായ അമ്മയുടെ വീട്ടിൽ അവൻ പോകുമ്പോൾ ആൾക്കാർ പറയും, നീ ഏഷ്യക്കാരനല്ലയോ, നീ ഡാർക്ക് അല്ലയോ. സ്തോത്രം. നോക്ക് കണ്ണു തുറന്ന് നോക്കളെ. അവന് സ്തോത്രം അപ്പന്റെ വീട്ടിൽ വരുമ്പോഴേക്കും അവന്റെ തലമുടി ബ്ലോണ്ട് ഹെയർ, നിന്റെ ഹെയർ പോലെയല്ല, ബ്ലോണ്ട് ഹെയർ, അല്പം ഗോൾഡൻ മുടി ആയതുകൊണ്ട് അവർ പറയും, നീ യൂറോപ്യൻ തലമുടിയല്ലയോ, നീ ഞങ്ങളുടെ കൂടെയല്ല. സോ അപ്പന്റെ വീട്ടിൽ വരുമ്പോൾ തലമുടി പ്രശ്നമാണ്, അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ സ്കിൻ കളർ അവന് പ്രശ്നമാണ്. അപ്പന്റെ വീട്ടിൽ അവൻ ഒറ്റപ്പെട്ടു, അമ്മയുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കാക്കക്കൂട്ടിൽ കുയിൽക്കുട്ടി വളരുന്നത് കണ്ടിട്ടുള്ള ഒരു കരങ്ങളെ ഉയർത്തിയാട്ടെ. കാക്കക്കൂട്ടിൽ കുയിൽക്കുട്ടികൾ, ബാക്കിയുള്ള ഒറ്റ എണ്ണം കാക്കയെ കണ്ടിട്ടുമില്ല, കുയിലിനെ തിന്നിട്ടുമില്ല. കാക്കക്കൂട്ടിൽ കുയിൽക്കുട്ടി. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഗ്രാമങ്ങളായിരിക്കുമ്പോൾ മലയങ്കിടും കാട്ടക്കടിയൊക്കെ ആയിരിക്കുമ്പോൾ ധാരാളം കാക്കകളുണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാക്ക പറക്കുന്ന കാക്കയാണ്, മറ്റേ കാക്കയല്ല.
റിയലി അല്ല. സ്തോത്രം. സോ കാക്ക ഇങ്ങനെ കാക്കക്കൂട്ടിൽ കുയിൽക്കുട്ടിയാണ് മുട്ടയിടുന്നത്. കുയിൽക്കുട്ടി മുട്ടയിടുക. അപ്പോൾ ഈ കാക്കയുടെ മുട്ടയും കുയിലിന്റെ മുട്ടയും ഏകദേശം ഒരുപോലെയാണ്. ചില പാസ്റ്റർമാർക്ക് ആരാ തന്റെ വിശ്വാസി മറ്റവന്റെ വിശ്വാസി എന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന പോലെ. സ്തോത്രം. അതെ, കാക്ക എല്ലാം തൻ്റെതാണ്, എല്ലാം ഞാൻ തന്നെ എന്നുള്ള അർത്ഥത്തിൽ സ്തോത്രം മുട്ടയിട്ട് കാക്കക്കുഞ്ഞും വിരിയും, കുയിൽക്കുഞ്ഞും വിരിയും. കുയിൽക്കുഞ്ഞും കാക്കക്കുഞ്ഞും വിരിഞ്ഞ് അവറ്റകളെ കണ്ണ് തുറന്ന് കരയാറാകുമ്പോൾ കാക്കകളെല്ലാം കരയും. മക്കളെ, കാക്കകൾ എങ്ങനെയാ കരയുന്നേ? ഇതെന്നെ നോഹയുടെ പെട്ടക. ഹല്ലേലൂയ. കാക്ക എങ്ങനെ കരയുന്നേ? യെസ്, സ്തോത്രം. കാക്കയെല്ലാം കാ കാ എന്ന് കരയുമ്പോ അവിടെ ഒരു കുയിൽക്കുട്ടി ഉണ്ടായിരിക്കും. ആ കുയിൽക്കുട്ടി മാത്രം കൂ കൂ. ഉടനെ കാക്ക തള്ള പറയുന്നു, മക്കളെ നമ്മള് കാക്ക ഫാമിലിയാണ്, പറ കാ കാ. ഉടനെ കുട്ടി പറയും സ്തോത്രം. കുയിൽക്കുട്ടി പറയും, പറ എന്താ പറയും? ഓ, ഉടനെ മൂന്നാം ലോകമായ യുദ്ധം ആരംഭിക്കും. കാക്കകളെല്ലാം കൂടെ വളഞ്ഞിട്ട് കുയിൽ കുഞ്ഞിനെ കൊത്താൻ തുടങ്ങും. എക്സാക്ട് ഇതാണ് അമ്മയുടെ ഭാഗത്ത് നിന്നും അപ്പന്റെ ഭാഗത്ത് നിന്നും ദാവീദിനുണ്ടായത്. അമ്മയുടെ വീട്ടിൽ എൻ്റെ മമ്മിയുടെ വീട്ടിൽ ഞാൻ ഇനി പോകത്തില്ല. അമ്മരെല്ലാം എൻ്റെ സ്കിൻ കളർ കണ്ടിട്ട് എന്നെ തള്ളുകയാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകത്തില്ല, എൻ്റെ തലമുടിയുടെ കളർ കണ്ട് അവരെന്നെ തള്ളുകയാണ്. 27:10 അവൻ പറഞ്ഞു, സങ്കീർത്തനം 27:10, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എല്ലാ വശത്തു നിന്ന് എനിക്ക് റിജക്ഷനാണ്, എല്ലാ വശത്തു നിന്ന് എനിക്ക് തിരസ്കരണമാണ്. അതുകൊണ്ട് മനുഷ്യൻ നിന്നെ തള്ളുമ്പോൾ ഓർത്തോളാം, നിനക്ക് താങ്ങാനായി വേറൊരു കുശവന്റെ കൈയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഓ കം ഓൺ, ഹല്ലേലൂയ. ദാവീദേ, ഞങ്ങൾക്ക് നീ ഒരു വലിയൊരു ചക്രവർത്തിയായി കിട്ടിയത് എന്തെന്നറിയോ? നീ കംഫർട്ട് സോണിൽ ഇരിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ആരെയോ നോക്കി കർത്താവ് പറയുന്നു, നിനക്ക് ലഭിച്ചത് ഏറ്റവും ബെസ്റ്റ് അമ്മയാണ്, ഏറ്റവും ബെസ്റ്റ് പപ്പയാണ്. പക്ഷേ ആ വീട്ടിലാണ് നിനക്ക് ഏറ്റവും വലിയ യുദ്ധം. നിനക്ക് നാട്ടിലേക്കാൾ ഏറ്റവും വലിയ നിന്റെ പ്രാണൻ ചൂടാക്കുന്നത് നിന്റെ വീട്ടിലാണ്. ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, ഒരു ചക്രവർത്തിയുടെ അഭിഷേകം എന്നതുപോലെ ഇന്ത്യൻ ചർച്ചിൽ ഒരു വാരിയറായി, നീ പോലും അറിയാതെ ഒരു വാരിയറായി, ഒരു പോരാളിയായി, യെസ്, നീ പോലും അറിയാതെ തമ്പുരാൻ നിന്നെ സ്തോത്രം ഇതാ പുറത്തെടുക്കുകയാണ്. 34-ാം സങ്കീർത്തനം. അതുകൊണ്ട് അവനെ തിരസ്കരിച്ചത് കൊണ്ട് അവൻ ഈ പ്രകാരം പറഞ്ഞു, ഓ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്ത്, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുക. ഇന്ന് പകൽക്കാലം മനുഷ്യന്റെ റോങ് ഹാൻഡ്സ് നിന്നെ തള്ളിയെങ്കിൽ, മനുഷ്യന്റെ കരങ്ങൾ നിന്നെ മുറിവേൽപ്പിച്ചെങ്കിൽ, മനുഷ്യന്റെ കരങ്ങൾ നിന്നെ തള്ളി നിന്നെ കരയിപ്പിച്ചെങ്കിൽ, മനുഷ്യൻ നിന്നെ മുറിവേൽപ്പിച്ചെങ്കിൽ, മനുഷ്യൻ നിന്നെ കരയിപ്പിച്ചെങ്കിൽ, ഇതാ ആണിപ്പഴുതുള്ള 2 കരവുമായി ഒരു കുശവൻ കാത്തിരിക്കുന്നു. വാ മക്കളെ, മുറിഞ്ഞ മുറിവ് എന്തെന്ന് എനിക്കറിയാം, ഒറ്റപ്പെടൽ എന്തെന്ന് എനിക്കറിയാം, തിരസ്കരണം എന്തെന്ന് എനിക്കറിയാം, തകർച്ച എന്തെന്ന് എനിക്കറിയാം. ബാ 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 ബാ, ഞാൻ നിന്നെ ഉയർത്തട്ടെ, ഞാൻ നിന്നെ മാനിക്കട്ടെ. ഇശായിയുടെ മക്കൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ആ ടേബിളിൽ സ്തോത്രം ദാവീദിനെ ഇരുത്തത്തില്ലായിരുന്നു. അവനെ ഇരുത്തുന്നത്, അവൻ വേലക്കാരനല്ലയോ, വീടിന്റെ മാനേജർ അല്ലയോ, അവനെ അപ്പുറത്തുള്ളതായ 2ാം തരത്തിൽപ്പെട്ട മറ്റേ മേശയിലേക്ക് തള്ളിവിടും. ഇശായിയുടെ മക്കൾ ഇരിക്കുന്ന മേശമേൽ അവനെ ഇരുത്തത്തില്ല. എന്നാൽ സ്തോത്രം ദാവീദ് പിന്നത്തേതിൽ അവൻ മനസ്സിലാക്കി, എന്റെ സഹോദരന്മാർ കാണുക, എനിക്ക് മേശ ഒരുക്ക. Oh, come on. Yes. സംഭവിക്കുന്നു. ഈ ഡിസംബർ 31 തീരുന്നതിന് മുൻപ് നിന്നെ തള്ളിയവരുടെ നടുവിൽ ഒരു സ്പെഷ്യൽ ടേബിൾ. ഓ, ഈ ഡിസംബർ 31 തീരുന്നതിന് മുൻപ് നിന്നെ തള്ളിയവരുടെ മുമ്പിൽ നസ്രയത്തിലെ ആശാരി ഒരു സ്പെഷ്യൽ മേശ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. എന്റെ കർത്താവേ, ഹല്ലേലൂയ. Hallelujah, hallelujah. Come on. Yes. ഇത് സൗത്ത് അമേരിക്കയിലോ പഞ്ചാബിലോ തെലുങ്കാനയിലോ ആന്ധ്രയിലോ പോയി പറഞ്ഞിരുന്നെങ്കിൽ ജനം ഇപ്പൊ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചനെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ ഒരിക്കൽ കൂടെ, ഈ വർഷം തീരുന്നതിന് മുൻപ് ആ ശത്രുക്കൾ തൊലയാതിരിക്കുന്നത്, നിന്നെ തള്ളിയവർ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്, അവനെ ദൈവം കൊല്ലാത്തത് നിന്റെ അനുഗ്രഹം അവർ കാണാൻ വേണ്ടിയാണ്. ആഹാ.
യെസ് 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 യെസ്. നിന്റെ അനുഗ്രഹം അവർ കാണാൻ വേണ്ടിയാണ്. ഓ, നിന്റെ അനുഗ്രഹം, നിന്റെ സ്പെഷ്യൽ ബ്ലെസ്സിംഗ്. ഓ, അവർക്കില്ലാത്ത സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ശത്രുക്കളെ മുൻപിൽ അവൻ നിനക്ക് വേണ്ടി മേശ ഒരുക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തള്ളപ്പെട്ടവരെ, തകർക്കപ്പെട്ടവരെ, വീട്ടിൽ നിന്ന് പുറത്തായവരെ, ഇനി ഇവിടെ കേറണ്ടെന്ന് പറഞ്ഞവരെ, ഓ ഉടച്ചു കളഞ്ഞവരെ, കുറ്റം പറഞ്ഞവരുടെ നടുവിൽ തമ്പുരാൻ പറയുന്നില്ല, ഞാൻ നിന്നെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ആയി, സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ആയി ഞാൻ നിന്നെ ഉയർത്തുവാൻ പോകുന്നു. നീ ദൈവത്തിന്റെ കരത്തിലാണ്, നീ കുശവന്റെ കരത്തിലാണ്. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദിനെ സംബന്ധിച്ച് അനവസാനമായി പറഞ്ഞു, സ്തോത്രം, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുത്. അപ്പന്റെ വീട്ടുകാരുടെ കയ്യിൽ വീണാൽ എനിക്ക് പ്രശ്നമാണ്, അമ്മയുടെ വീട്ടുകാരുടെ കയ്യിൽ വീണാൽ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് ദുഃഖമാണ്. അബ്ശലോം പോലെയുള്ള എന്റെ മക്കളുടെ കയ്യിൽ വീണാൽ എനിക്ക് വേദനയാണ്. മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുത്. ഹേ, ലുക്ക് അറ്റ് മീ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ഒറ്റയാണ്. നിങ്ങൾ പ്രായമുള്ളവരാകട്ടെ, പ്രായമില്ലാത്തവരാകട്ടെ, നിങ്ങൾ പ്രസിദ്ധിയുള്ളവരാകട്ടെ, പ്രസിദ്ധി ഇല്ലാത്തവരാകട്ടെ, കർത്താവിന്റെ കൃപയാൽ ഞാൻ എന്റെ അവസാന ശ്വാസം വരെ നിങ്ങൾ ഒറ്റയെണ്ണം മനുഷ്യന്റെ കയ്യിൽ വീണ് പെടയുന്നത് ഞാൻ കാണുകയില്ല. യെസ് 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 യെസ്. മനുഷ്യന്റെ കയ്യിൽ നിങ്ങൾ വീണ് പെടയുന്നത് ഞാൻ കാണുകയില്ല. ഹോം നേഴ്സിന്റെ കയ്യിൽ നിങ്ങൾ വീഴുകയില്ല. ഡോക്ടറുടെ കയ്യിൽ നിങ്ങൾ വീഴുകയില്ല. യെസ്, ഹോസ്പിറ്റലിന്റെ കയ്യിൽ നിങ്ങൾ വീഴുകയില്ല. വക്കീലിന്റെയും ജഡ്ജിയുടെയും കയ്യിൽ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും കയ്യിൽ, DGPയുടെയും അതേ അഡ്വക്കേറ്റിന്റെ കയ്യിൽ നിങ്ങൾ വീണ് പെടയുന്നത് ഞാൻ കാണുകയില്ല. പിശാചിന്റെ സകല അജണ്ടകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കരങ്ങളടിച്ച് ഇന്ന് മകൾ പുറത്താക്ക്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഞാൻ കേട്ടില്ല, ഞാൻ ദൈവകരത്തിൽ സുരക്ഷിതനാണ്. ഒരിക്കൽ കൂടെ, ഞാൻ ദൈവകരത്തിൽ സുരക്ഷിതനാണ്. നല്ല മണ്ണായിരിക്കുന്ന നീ, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന നീ, കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന നീ, അവന്റെ കയ്യിൽ നീ സുരക്ഷിതനാണ്. ശത്രു എത്ര വലിയവനെങ്കിലും, നിന്നോട് നിനക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രതിയോഗി എത്ര ശക്തനെങ്കിലും, എന്റെ ദൈവം തന്റെ കയ്യിൽ നിന്ന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ശത്രു എത്ര ഉന്നതനെങ്കിലും, സ്തോത്രം, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിന്നെ ഒരിക്കലും അവർക്ക് പിടിച്ചു വാങ്ങാൻ കഴിയത്തില്ല. The right clay, the good clay in the good hands. അതായിരുന്നു സ്തോത്രം ദാവീദ്. സ്തോത്രം നമ്പർ 3, മൂന്നാമത് ഞാൻ പറയട്ടെ, a good clay in the bad hands. സ്തോത്രം, ഒരു നല്ല കളിമണ്ണ് ഒരു മോശം കരങ്ങളിലൂടെ കയറിയിരിക്കുകയാണ്. നല്ല സ്തോത്രം കളിമണ്ണ്, നല്ല കളിമണ്ണ് മോശം കരങ്ങളിലൂടെ അവനതാ കയറി ഇറങ്ങുകയാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ജോസഫ്. സ്തോത്രം, ജോസഫ്, സ്തോത്രം, അതേ നല്ല കളിമണ്ണാണ്. ജോസഫ് നല്ല വ്യക്തിയാണ് എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പഴയ നിയമത്തിലെ യോസഫ്, യാക്കോബിന്റെ ഇളയ മകനാകുന്ന യോസഫ് നല്ല വ്യക്തി എന്ന് പറയുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. യെസ്, യോസഫ് നല്ല വ്യക്തിയായിരുന്നു. അവന്റെ ജ്യേഷ്ഠന്മാർ മുഴുവൻ കിടക്കയിൽ കയറി കിടക്ക അശുദ്ധമാക്കിയപ്പോൾ യോസഫ് കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം വിശുദ്ധിയോടെ ജീവിച്ചവനായിരുന്നു. യോസഫ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവരും സൈലന്റ് ആകുന്ന സമയത്ത് ബാക്കിയുള്ളവർ മൗനമായപ്പോൾ യോസഫിന് പറവാൻ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ. സ്തോത്രം, അതേ ചർച്ചിൽ സീനിയേഴ്സ് മൗനമാകുമ്പോൾ ചില ജൂനിയേഴ്സ്, യെസ് കേറി വാ, ചില ജൂനിയേഴ്സ് ഈ ദിവസങ്ങളിൽ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത തലമുറ കയറി വാ, അടുത്ത തലമുറ കയറി വാ, കയറി വാ. സീനിയേഴ്സ് പറയാത്തതായ ദൂതുകൾ ജൂനിയേഴ്സ് പറയട്ടെ. അർത്ഥം, തലയിലാണ് നാവ്, തലയിലാണ് നാവ്, നാവാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് എ ലീഡർഷിപ്പ് അനോയിന്റിംഗ്. അതൊരു ലീഡർഷിപ്പായിരുന്നു, അതൊരു നേതൃത്വത്തിന്റെ നിയോഗമായിരുന്നു. അതുകൊണ്ട് യാക്കോബ് അവന് നല്ലൊരു സ്തോത്രം അങ്കിയെ, പല വർണ്ണത്തിലുള്ള അങ്കിയെ കൊടുത്തു എന്ന് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു. ദ കോട്ട് ഓഫ് മെനി കളേഴ്സ്.
എത്ര കളേഴ്സാണ്, എത്ര കളറുള്ള അങ്കിയാണ് യാക്കോബ് സ്തോത്രം അതെ യോസെഫിന് കൊടുത്തത്. ജോസീഫസ് പറയുന്നു 12 ഗോത്രങ്ങൾക്ക് 12 ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം. 12 ഗോത്രങ്ങൾക്ക് 12 ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ 12 ചിഹ്നങ്ങൾ എല്ലാം കൂടെ കൂട്ടിയാൽ 12 നിറങ്ങളാണ് ഉണ്ടായിരുന്നത്. വീണ്ടും സ്തോത്രം സമാഗമന കൂടാരത്തിലേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കുമ്പോൾ മഹാപുരോഹിതന്റെ മാർവിടത്തിൽ യഫോദ 12 രത്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 12 രത്നങ്ങൾക്ക് 12 നിറങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 12 എന്നത് സ്വർഗീയ ഗവൺമെന്റിന്റെ കളറാണ്. ഇന്ന് പകൽക്കാലം ഈ തലസ്ഥാന നഗരിയിൽ നിന്ന് സ്തോത്രം അതെ ചില പ്രത്യേക വർണ്ണങ്ങൾ ചിലതിന് മേൽ പരിശുദ്ധാത്മാവ് പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ ലൈഫിൽ ഇല്ലാത്ത ചില കളറുകൾ നിന്റെ പ്രാർത്ഥന അറയിൽ കർത്താവ് നിന്നിൽ പകരുവാൻ പോകുന്നു. പന്ത്രണ്ട് നിറങ്ങൾ, കോട്ട് ഓഫ് മെനി കളേഴ്സ്. ആ കോട്ട് ഓഫ് മെനി കളേഴ്സ് ഇട്ട് വീട്ടിൽ അവൻ ചെത്തി നടക്കും എന്നല്ല സ്വർഗം പറഞ്ഞത്. അവനത് തെറ്റായ കൈകളിലേക്ക് വീഴ്ത്തപ്പെട്ടു, അസൂയക്കാരുടെ കയ്യിലേക്ക്. അസൂയക്കാരെ കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. റിയലി ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ്. സ്തോത്രം. അസൂയക്കാരുടെ കയ്യിൽ അവൻ വീഴ്ത്തപ്പെട്ടു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അസൂയക്കാർക്ക് നിന്റെ പുറത്തെ അങ്കിയെ ഊരാൻ പറ്റും, പക്ഷെ നിന്റെ അകത്തിട്ടിരിക്കുന്ന നിയോഗത്തെ തെറിപ്പിക്കാൻ പറ്റില്ല. നമ്പർ 2, അവൻ കയറി ഇറങ്ങിയ നല്ല നല്ല ക്ലേ മോശം കൈയിൽ വീണു. ഒന്നാമത്തെ കൈ സ്തോത്രം, ഒന്നാമത്തെ കൈ മോശം കൈ അതെ അസൂയക്കാരുടെ കൈ. രണ്ടാമത്തെ കൈ സ്തോത്രം ബിസിനസ്സുകാരുടെ കൈ. കൺവെൻഷനിൽ ബിസിനസ് ഉണ്ട്, കാത്തിരിപ്പ് യോഗത്തിൽ ബിസിനസ് ഉണ്ട്, ഉപവാസ പ്രാർത്ഥനകളിൽ 21-40 ബിസിനസ് ഉണ്ട്. എന്നാൽ ഇത് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇത് ബിസിനസ് അല്ല, കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നതാണ് ശുശ്രൂഷ. സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്ക. എന്താ ആമേൻ പറയാൻ ഒരു വിറ്റാമിൻ കുറവ് പോലെ. സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്ക. യെസ്, താങ്ക് യു, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇശ്മായേലിനെ നോക്കിയപ്പോൾ നല്ലൊരു അടിമ ചരക്ക്. എന്നെ വിറ്റാൽ നമുക്കെന്തോ കിട്ടും? റോങ് ഹാൻഡ്സ്. എവനെ വിറ്റാൽ നമുക്കെന്തോ കിട്ടും? എവനെ വിറ്റാൽ നമുക്കെന്തോ കിട്ടും എന്നതുപോലെയാണ് ചെറുപ്പന്മാർ ഇന്ന് ചിന്തിക്കുന്നത്. എവനെ വിളിച്ചാൽ നമുക്കെന്തോ കിട്ടും? ആരും അറിയണ്ട. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത പോലെ ഇരുന്നാൽ മതി. എന്റെ കാര്യം മാത്രമാണ്. സ്തോത്രം. എന്നെ വിളിച്ചാൽ നമുക്കെന്ത് കിട്ടും? കച്ചവടക്കാർ, റോങ് ഹാൻഡ്സ്. നമ്പർ 3, മൂന്നാമത് അവൻ കയറി ഇറങ്ങിയ മൂന്നാമത്തെ കാര്യം പ്രലോഭനത്തിന്റെ അമ്മാമയുടെ കരം. സ്തോത്രം. മറ്റേ മേഡം, പ്രലോഭനത്തിന്റെ കരം. നമ്പർ 4, സ്തോത്രം, കാരാഗ്രഹത്തിൽ അവനെ യൂസ് ആൻഡ് ത്രോ. അവന്റെ സ്വപ്നം വേണം, അവന്റെ വ്യാഖ്യാനം വേണം, അവന്റെ പ്രസംഗം വേണം, അവന്റെ പോയിന്റ് വേണം. പക്ഷെ പുള്ളിയെ ഇഷ്ടമല്ല. എന്തൊരു ശാന്തത. സ്തോത്രം. അവന്റെ പ്രസംഗം വേണം, അവന്റെ പോയിന്റ് വേണം, അത് വേണം, എഴുതും പറയും, സ്തോത്രം പ്രചരിപ്പിക്കും. പക്ഷെ പുള്ളിയെ ഇഷ്ടമല്ല. അവന്റെ സ്വപ്ന വ്യാഖ്യാനം കൊണ്ടാണ് അത് മറ്റേ ജോലി കിട്ടിയത്. പക്ഷേ പുള്ളിയെ ഇഷ്ടമല്ല. പുള്ളി അങ്ങ് മറന്നു കളഞ്ഞ്. യൂസ് ആൻഡ് ത്രോ, റോങ് ഹാൻഡ്സ്, തെറ്റായ കരങ്ങള്. സ്തോത്രം. അതെ, നല്ല ക്ലേ, തെറ്റായ കരങ്ങളിൽ. പക്ഷെ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, അവസാനം അവനെ പ്രൊമോട്ട് ചെയ്ത് രാജാവിന് മുൻപിൽ നിർത്തിയപ്പോൾ സ്തോത്രം, രാജാവ് എന്താ ചെയ്തത്? അവന് സ്വർണ്ണ നെക്ലസ് ഇട്ട് അവനെ പൊതിഞ്ഞിട്ട് പറഞ്ഞു, സ്തോത്രം, സരപ്പള്ളി ഇട്ടിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഈ ചെറുക്കനെ ആരും തൊട്ടുപോകല്ല. രമേശൻ, ഒരു പ്രസംഗം ഞാൻ പറഞ്ഞേ, ഫറവോന്റെ നെക്ലസ് ഒരുത്തന്റെ മേൽ വീണ് കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള ഈച്ചയാകട്ടെ, പൂച്ചയാകട്ടെ, ദുഷ്ട മൃഗമാകട്ടെ, ആർക്കും അവനെ തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് അങ്ങയുടെ സരപ്പള്ളി ഈ 8-ാം തീയതി ഒക്ടോബർ മാസത്തിൽ ഈ 10-ാം മാസം 8-ാം തീയതി അങ്ങയുടെ സ്വർഗീയ നെക്ലസ് ആകുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഞങ്ങളുടെ മേൽ വീഴുമാറാകട്ടെ. ആമേൻ. അസൂയ കണ്ണുകൾക്ക് മേലാൽ നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ബിസിനസ്സുകാർക്ക് നിന്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല. യൂസ് ആൻഡ് ത്രോ പരിപാടികൾക്ക് നിന്റെ മേൽ അടുക്കുവാൻ കഴിയത്തില്ല. പ്രലോഭനത്തിന്റെ അമ്മാമ്മമാരും നിന്നിൽ നിന്ന് മാറി നിൽക്ക. കാര്യമെന്ത്? നീ ഒരു ഗുഡ് ക്ലേ ആണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. സ്തോത്രം. ദൈവം നിന്നെ ഉറപ്പിച്ചിരിക്കുന്നത് അവന്റെ കയ്യിലാണ്. അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറഞ്ഞാണ്ട് പെട്ടെന്ന് പറഞ്ഞാണ്ട്, സ്തോത്രം, കുശവന്റെ കയ്യിൽ. പെട്ടെന്ന് പറഞ്ഞേ, കുശവന്റെ കയ്യിൽ. കുശവന്റെ കയ്യിൽ. ഗുഡ് ക്ലേ
മനസ്സിലാക്കുന്നതാ യോസെഫ് ബാഡ് ഹാൻഡ്സിലാണ് ചെന്ന് പറ്റിയത്. പക്ഷേ എത്ര ബാഡ് ഹാൻഡ്സിലൂടെ നീ കയറി ഇറങ്ങിയാലും, എത്ര മോശക്കാർ നിനക്കെതിരെ ഉണ്ടായാലും, എത്ര അസൂയക്കാർ വന്നാലും, എത്ര കച്ചവടക്കാർ വന്നാലും, എത്ര പ്രലോഭനം വന്നാലും, എത്ര യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന സെൽഫിഷ് പീപ്പിൾ വന്നാലും, ഐ ഗ്യാരണ്ടി യു, നിന്റെ അകത്തൊരു ദർശനം തന്ന ഒരു കർത്താവുണ്ടെങ്കിൽ അതിൽ നീ എത്തിയിരിക്കും. നോക്ക് എന്റെ ഉണ്ടക്കണ്ണിൽ നോക്ക്. നിന്റെ ഡെസ്റ്റിനിയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം അസൂയ ക്ലബിനെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ബിസിനസ് മണ്ഡലങ്ങൾ ഞങ്ങൾ അഭിഷേകത്താൽ പൊളിക്കുന്നു. ഇന്ന് പകൽക്കാലം സകല പ്രലോഭനങ്ങളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയിക്കുന്നു. ഇന്ന് പകൽ എല്ലാ സെൽഫിഷ് മണ്ഡലങ്ങളോട് യേശുവിൻ നാമത്തിൽ മാറി നിൽക്കുവാൻ പറയുന്നു. കമാൺ കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്കുക. ദർശനമുള്ളവൻ പുറപ്പെടട്ടെ. ദർശനമുള്ളവൻ എഴുന്നേൽക്കട്ടെ. ദർശനമുള്ളവന്റെ പേര് ഇന്ന് പകൽ സ്വർഗത്തിന്റെ സരപ്പള്ളി വീണുണ്ട്. ഗോൾഡൻ ചെയിൻ ഈ ദൂതിന്റെ അടിസ്ഥാനത്തിൽ തമ്പുരാൻ പറയുന്നു, എന്റെ ജനം ഇനിമേലാൽ ദുഷ്ട കൈകളിൽ, ദുഷ്ടന്റെ ശത്രുവിന്റെ കൈകളിൽ വീഴുവാൻ പാടില്ല. മോശം കരങ്ങളിൽ സ്പർശിക്കപ്പെടാൻ പാടില്ല. ആരും അവനെ തൊട്ടുപോകല്ല. നമ്പർ 4, അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. മോശം കയ്യിൽ വീഴുന്നു. മോശം കയ്യിൽ വീഴുന്നു. നല്ല ക്ലേ, സ്തോത്രം. അതെ, നല്ല കയ്യിൽ വീഴുന്നു. അതെ, മോശം ക്ലേ നല്ല കയ്യിൽ വീഴുന്നു. സ്തോത്രം. നല്ല കയ്യിൽ മോശം ക്ലേ വീഴുന്നു. ഇവിടെ ഇതാ മോശമായ കളിമണ്ണ് മോശം കയ്യിൽ വീഴുന്നു. ബെസ്റ്റ് എക്സാമ്പിൾ. സ്തോത്രം. പഴയ നിയമത്തിൽ തന്നെ സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, റോങ് പില്ലോ തെരഞ്ഞെടുത്തതായ ഒരു ശിംശോൻ, ഒരു തെറ്റായ തലയണ തെരഞ്ഞെടുത്തതായ ശിംശോൻ. റോങ് പില്ലോ. ആ പില്ലോയുടെ പേരെന്താ? കോട്ടൺ അല്ല, സ്പോഞ്ച് അല്ല. ആ പില്ലോയുടെ പേര് പറ. നിങ്ങൾക്കറിയാം. അപ്പൊ അടുത്ത ആഴ്ച നിങ്ങളെന്ന് പ്രസംഗിച്ചാ പോരെ. സ്തോത്രം. അതെ, അവളുടെ പേരാണ് ദലീല. റോങ് പില്ലോ, റോങ് ചോയ്സ്. യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയിൽ എനിക്കും നിനക്കും, പറയുന്ന എനിക്കും കേൾക്കുന്ന നിനക്കും റോങ് ചോയ്സ് ഉണ്ടാകല്ല. കേട്ടോ? ആമേൻ പറ മക്കളെ. റോങ് ചോയ്സ് ഉണ്ടാകല്ല. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. തെറ്റായതെല്ലാം അകന്നു നിൽക്കട്ടെ. ദൈവഹിതമുള്ളത് മാത്രം അടുത്തു വരട്ടെ. ദൈവമില്ലാത്ത, യേശുവില്ലാത്ത, പരിശുദ്ധാത്മാവില്ലാത്ത, ദൈവത്തിൽ പദ്ധതിയില്ലാത്ത സകലതും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അകന്നു നിൽക്കട്ടെ. കല്ലിൽ തലവെച്ചപ്പോൾ സ്വർഗം തുറന്നു. ദലീലയിൽ തലവെച്ചപ്പോൾ കണ്ണടഞ്ഞു. പോയി. മനസ്സിലായില്ല. കല്ലിൽ തലവെച്ചപ്പോൾ യാക്കോബിന്റെ കേസിൽ സ്വർഗം തുറന്നു. ദലീലയിൽ കൈവച്ചപ്പോൾ കണ്ണ് പോയി. അവനെ കൊണ്ടുപോയി ഫെലിസ്തന്റെ ഹെഡ് ക്വാർട്ടറിലിട്ട് കുരങ്ങേൽപ്പിക്കുക. ഫെലിസ്തന്റെ ഹെഡ് ക്വാർട്ടറിലിട്ട് അവനിതാ കറക്കുക. രണ്ട് കൂട്ടർ കറങ്ങി. ഒന്ന് സ്തോത്രം ശിംശോൻ കറങ്ങി നിന്നു. മാവ് കുഴച്ച് ശിംശോൻ കറങ്ങി നിന്നു. മറ്റൊന്ന് ഇസ്രായേൽ പർവ്വത ചുറ്റും കറങ്ങി നിന്നു. ശിംശോൻ ഇതാ കറങ്ങി നിൽക്കുകയാണ്. ഒത്തിരി പേർ ഇവിടെ ഇരിക്കുന്ന ചിലർ സ്തോത്രം അതേ പ്രശ്നത്തിൽ തന്നെ 3 വർഷമായി കറങ്ങുന്നു. അതേ പ്രശ്നത്തിൽ തന്നെ 5 വർഷമായി കറങ്ങുന്നു. അതേ പ്രശ്നത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞത് തുടങ്ങി കറങ്ങുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറഞ്ഞു, നിന്റെ കറക്കത്തെ ഞാൻ നിർത്തുകയാണ്. കാരണം എന്റെ ചക്രം നിനക്ക് വേണ്ടി കറങ്ങുന്നു. മനസ്സിലായില്ല. നിന്റെ കറക്കത്തെ നിർത്താൻ എന്റെ ചക്രത്തെ ഒരു മാനപാത്രമാക്കി നീ പുറത്തു വരുവാൻ, ഉപയോഗമുള്ള ഒരു പാത്രമായി പുറത്തു വരാൻ എന്റെ ചക്രം നിനക്ക് വേണ്ടി ഞാൻ കറക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, ശിംശോന്റെ കൈക്ക് സ്തോത്രം ബ്രാസ് ചെയിൻസ്, ഇരുമ്പ് ബ്രാസ് സ്തോത്രം ചെമ്പ് ചങ്ങലയിൽ ശിംശോന്റെ കരങ്ങളെ ഇട്ടിട്ട് അവന് ഇതാ സ്തോത്രം മാസങ്ങൾ മാവോടിപ്പിക്കുകയാണ്. മാസങ്ങൾ അവൻ്റെ സ്തോത്രം പേക്കോലം പോലെ ആയിരിക്കുക. പക്ഷെ ഒരു ദിവസം അവനിങ്ങനെ തല വെട്ടുമ്പോൾ ബാക്കിൽ അതാണ്ട് സ്തോത്രം തട്ടുന്നത് പോലെ തോന്നി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശിംശോന്റെ പുറത്തെ കണ്ണുപോയി, ഈ കണ്ടു നിന്ന ഫെലിസ്തന്മാരുടെ അകത്തെ കണ്ണുപോയി. അതുകൊണ്ടാണ് ശിംശോന്റെ മുടി വളരാൻ അവർ അനുവദിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായില്ല.
മനസ്സിലായില്ല? സ്തോത്രം. കാരണം അവന്റെ ഉടമ്പടിയാണ്, അവന്റെ നാസിർ ഉടമ്പടിയാണ് വളർന്നു വന്നത്. അർത്ഥം നീയും ദൈവവുമായിട്ടുള്ള നിന്റെ ഉടമ്പടി ഉണ്ടെങ്കിലേ, ദൈവവും നീയുമായിട്ടൊരു ഉടമ്പടി ഉണ്ടെങ്കിൽ അതിനെ വെട്ടിക്കളവാൻ ശത്രുവിന് കഴിയില്ലെന്ന്. യേശുവിന്റെ നാമത്തിൽ ഉടമ്പടിയുള്ള ദൈവജനം ആമേൻ പറഞ്ഞാണ്. നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. സ്തോത്രം. അതേ, ഫെലിസ്ത്യ പ്രഭുക്കന്മാർ മുഴുവൻ കൂടിയിരിക്കുമ്പോൾ, ഫെലിസ്ത്യ മഹത്തുക്കൾ മുഴുവൻ കൂടിയിരിക്കുമ്പോൾ, ഫെലിസ്ത്യയുടെ കോർ ഗ്രൂപ്പ് മുഴുവൻ കൂടിയിരിക്കുമ്പോൾ അനിപ്രകാരം ചോദിച്ചു, നെടും തൂണുകൾ എവിടെയാ നിൽക്കുന്നത്? അവന്റെ ബാല്യക്കാരനെ കൊണ്ടുപോയി ഞാനൊന്ന് ചാരി ഇരിക്കട്ടെ. അവൻ ചാരി ഇരുന്നൊന്ന് കുരിഞ്ഞപ്പോഴേക്കും അവൻ ഈ പ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. അർത്ഥം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ. അയ്യോ സ്തോത്രം. ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ചെയ്ത കർത്താവെ, അന്ന് ചെയ്യിപ്പിച്ച കർത്താവെ, അന്ന് ചെയ്യിപ്പിച്ച കർത്താവെ അവിടുന്ന് ലീവിന് പോയിട്ടില്ല, അവിടുന്ന് വയസ്സായി പോയിട്ടില്ല. ഒരിക്കൽ കൂടെ അവിടുന്ന് തന്നെ ബലപ്പെടുത്തണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ജനം പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടെ. ഓ ശക്തിയോടെ പറഞ്ഞേ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ദൈവം അവന്റെ നിലവിളി കേട്ടു. ഒരിക്കൽ കൂടെ എന്ന് പറഞ്ഞ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കുനിയുമ്പോൾ, സ്തോത്രം, വേദപുസ്തകം പറയുന്നു, ആ ഫെലിസ്ത്യ മഹത്തുക്കളും മുഴുവൻ പൊളിക്കുവാൻ തക്കോണം ദൈവം അവന്റെ മേൽ, സ്തോത്രം, തന്റെ ശക്തി പകർന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദർശനം പോയി, ബലം പോയി, ശുശ്രൂഷ പോയി, കൃപ പോയി, അവസരങ്ങൾ പോയി എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ നിന്റെ ഈ കുട്ടി പ്രാർത്ഥനയ്ക്ക്, ഒരിക്കൽ കൂടെ എന്നുള്ള നിന്റെ കുട്ടി പ്രാർത്ഥനയ്ക്ക് പെരുത്ത് മറുപടി എന്റെ കർത്താവ് പകരുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കൽ കൂടെ കേരളത്തെ ഓർക്കണമേ, ഒരിക്കൽ കൂടെ ഇന്ത്യയിൽ ചലിക്കണമേ, ഒരിക്കൽ കൂടെ പുത്തരിക്കണ്ണം നിറയണമേ, ഒരിക്കൽ കൂടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ജനം കൂടണമേ. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ എന്ന് ചോദിക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ കുട്ടി പ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ കൂടെ ദൈവം മറുപടി നൽകുവാൻ പോകുന്നു. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ഇംഗ്ലണ്ടിൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. ആ ഇംഗ്ലണ്ടിന്റെ ബൈബിൾ കോളേജിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സ്തോത്രം. ആ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ തിയോളജിയന്മാർ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതിലൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ദൈവിക ചലനം എന്ന് പറഞ്ഞാൽ വലിയ ഹരമാണ്. ദൈവമായ ചലനം കാണാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാണ്. ദൈവിക ചലനം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക്, ആ പ്രൊഫസറിന് ഭയങ്കര ഹരമായതുകൊണ്ട് തന്റെ സ്റ്റുഡൻസിനെയും കൊണ്ട് ചരിത്ര പ്രാധാന്യമുള്ള പ്രാസംഗികന്മാരുടെ അതേ സ്തോത്രം വീടുകൾ സന്ദർശിക്കുകയും അതുപോലെ പള്ളികൾ സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. പല പള്ളികൾ അവർ സന്ദർശിച്ചു. ഉണർവുകൾ നടന്ന പള്ളികൾ, ഇംഗ്ലണ്ടിലുള്ള പല പള്ളികൾ അവർ സന്ദർശിച്ചു. അവസാനം സ്തോത്രം അദ്ദേഹം തന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു, ഇന്ന് നമ്മൾ ഒരു എക്സ്കർഷന് വേണ്ടി പോകുകയാണ്, ഒരു എക്സ്കർഷന് വേണ്ടി നമ്മൾ പോകുകയാണ്. എവിടെയാണ് നമ്മൾ എക്സ്കർഷന് വേണ്ടി പോകുന്നത്? നമ്മൾ എക്സ്കർഷന് വേണ്ടി പോകുന്നത് വീഗാലാൻഡ് അല്ല, നമ്മൾ എക്സ്കർഷന് വേണ്ടി പോകുന്നത് വേറെ ഏതെങ്കിലും സ്ഥലത്തല്ല. സ്തോത്രം. സാക്ഷാൽ ജോൺ വെസ്ലിയുടെ ഭവനത്തിലേക്ക് നമ്മൾ എക്സ്കർഷന് വേണ്ടി പോകുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കർത്താവിന്റെ കൃപയിലേക്ക് ഇംഗ്ലണ്ടിലും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ദൈവകൃപയാൽ നേടിയ വ്യക്തിയാണ് ജോൺ വെസ്ലി. ജോൺ വെസ്ലിയുടെ വീട്ടിലേക്ക് എക്സ്കർഷന് പോവുകയാണ്. എല്ലാവരും ബസ്സിൽ കയറി ആ വീട്ടിൽ എത്തി. ആ വീട്ടിൽ മുന്നിൽ സ്തോത്രം പ്രൊഫസർ നടന്നു. പ്രൊഫസർ പറഞ്ഞു, ഇതാണ് ലിവിംഗ് റൂം. ആ ലിവിംഗ് റൂമിൽ പറഞ്ഞു. എന്നിട്ട് അടുത്ത ഫാമിലി റൂമിൽ പറഞ്ഞു. ഇതാണ് കിച്ചൺ. ആ കിച്ചണിൽ പറഞ്ഞു. എന്നിട്ട് ആ പ്രൊഫസർ പറഞ്ഞു, ഇവിടെയാണ് ജോൺ വെസ്ലി ആഹാരം പ്രിപ്പയർ ചെയ്ത് തന്റെ ഭാര്യയോട് ഭക്ഷിച്ചത്. ഈ ഡൈനിങ് ഹാളിൽ ഇരുന്നാണ് അവർ ഭക്ഷണം കഴിച്ചത്. അവർ താഴത്തെ നില മുഴുവൻ കണ്ടിട്ട് മുകളിലത്തെ നിലയിലേക്ക് അവർ കയറി. മുകളിലത്തെ നിലയിൽ പല ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നു. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് അവർ കയറുമ്പോൾ സ്തോത്രം, ആ താടിയിട്ടിരിക്കുന്ന കാർപ്പറ്റിൽ, ആ കിടക്കോട് ചേർന്നുള്ള കാർപ്പറ്റിൽ രണ്ട് കിഴുത്ത വീണിരുന്നു. രണ്ട് കിഴുത്ത വീണിരുന്നു. ആ കിഴുത്ത വീണിരുന്ന ആ സ്ഥലത്ത് നോക്കി ആ പ്രൊഫസർ പറഞ്ഞു, ഇവിടെ നിന്നിട്ടാണ്, ഇവിടെ മുട്ടിന്മേൽ നിന്നിട്ടാണ് ഈ കിഴുത്ത വീണ് കിടക്കുന്ന ഈ സ്ഥലത്ത് 2 മിനിറ്റ് അല്ല, മണിക്കൂറോളം മുട്ടിന്മേൽ നിന്നിട്ടാണ് രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി അതേ ജോൺ വെസ്ലി പ്രാർത്ഥിച്ചത്. നിങ്ങൾ കേട്ടോ? നിങ്ങൾക്ക് ഒരു പായെങ്കിലും പ്രാർത്ഥിച്ച് കീറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജോൺ വെസ്ലി എന്ന ദൈവദാസൻ പ്രാർത്ഥിച്ച് കാർപ്പറ്റ് കീറിയെന്ന് ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ഈ തലമുറയിൽ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ നാവിന്റെ തഴമ്പല്ല കൂടേണ്ടത്, നമ്മുടെ മുട്ടിന്റെ തഴമ്പ് കൂടിയേ പറ്റത്തുള്ളൂ.
മണിക്കൂറോളം താൻ മുട്ടിന്മേൽ നിന്ന് അവിടെ ഇതാ 2 കിഴുത്ത വീണിരിക്കുന്നു ആ കാർപ്പറ്റിൽ. അവിടെ കുറച്ചു നേരം സ്തോത്രം ബൈബിൾ സ്കൂൾ, ആ ബൈബിൾ കോളേജ്, സ്തോത്രം തിയോളജി പഠിക്കുന്ന കുട്ടികൾ നിന്നു. എന്നിട്ട് സ്തോത്രം എല്ലാവരും ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും ബസ്സിൽ കയറി. ആ ബസ്സിന്റെ മുൻപിൽ ആ പ്രൊഫസർ നിന്നു. എല്ലാവരുടെയും അക്കമെടുത്തു. എല്ലാവരെയും എണ്ണി നോക്കിയപ്പോ ഒരാളിനെ കാണാൻ കഴിയുന്നില്ല. ഒരാൾ കാണുന്നില്ല. ആ പ്രൊഫസർ സ്തോത്രം പുറത്തേക്ക് ഇറങ്ങി. ആ വീട്ടിലേക്ക് പോയി. ലിവിംഗ് റൂമിലില്ല, ഫാമിലി റൂമിലില്ല, അടുക്കളയിലില്ല. ആ പ്രൊഫസർ താഴെ നിന്ന് കാണാതായ സ്റ്റുഡന്റിനെ തേടി ആ സ്റ്റെയറിലൂടെ മുകളിലേക്ക് കയറി. 1ാമത്തെ 2ാമത്തെ സാധാ ബെഡ്റൂമിലില്ല, പക്ഷെ മാസ്റ്റർ ബെഡ്റൂമിൽ ആ യുവാവ് സ്തോത്രം ഇതാ മുട്ടുകുത്തി നിൽക്കുന്നു. ആ മാസ്റ്റർ ബെഡ്റൂമിൽ ആ യുവാവ് മുട്ടുകുത്തി നിന്നിട്ട് സ്തോത്രം ഏങ്ങലടിച്ച് അതേ താൻ കരയുന്നു. കോമാളി പോലെ ചിരിക്കുകയല്ല, ഏങ്ങലടിച്ച് താൻ കരയുന്നു. ഏങ്ങലടിച്ച് കരഞ്ഞിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, Here I am, O Lord, here I am, O Lord, do it again. ഇതാ കർത്താവേ, ഞാനിവിടെയുണ്ട്, ഒരിക്കൽ കൂടെ ചെയ്യണമേ. ഞാനിവിടെയുണ്ട്, ഒരിക്കൽ കൂടെ ചെയ്യണമേ. ഞാനിതാ ഒരിക്കൽ കൂടെ ചെയ്യണമേ. ഏങ്ങലടിക്കുന്നു, താൻ കരയുന്നു. ആ പ്രൊഫസർ വന്ന് സ്തോത്രം അവന്റെ ചുമലിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, Now it is the time to go. ഇപ്പോൾ നമുക്ക് പോകാം, നേരമായി. സ്തോത്രം ആ യുവാവ് ആ പ്രൊഫസറോടൊപ്പം എഴുന്നേറ്റ് സ്തോത്രം ആ ബസ്സിലേക്ക് കയറി. ആ പ്രൊഫസർ സ്തോത്രം ബില്ലി ഗ്രഹാമിനോട് ആ ബസ്സിൽ കയറി. ആ പ്രൊഫസർ ബില്ലി ഗ്രഹാമിനോട് സ്തോത്രം ആ ബസ്സിൽ കയറി, ലോർഡ് ഡു ഇറ്റ് അഗൈൻ. ഈ പുസ്തകം മാറോട് ചേർത്ത് വെച്ച് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം അത് ചെയ്തു. ദൈവം അത് ചെയ്തെങ്കിൽ കർത്താവിന്റെ കരത്തിൽ നീ ഇരിക്കുന്നു. കർത്താവിന്റെ കരത്തിൽ നിന്റെ കുടുംബം ഇരിക്കുന്നു. കർത്താവിന്റെ കരത്തിൽ നിന്റെ മക്കൾ ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ 12:10 ഈ വേളയിൽ സ്തോത്രം മുട്ടുമടക്കി ദൈവത്തിന്റെ മുൻപിൽ പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടെ നീ ചെയ്യണമേ. മുട്ടുമടക്കി ദൈവത്തിന്റെ മുൻപിൽ എല്ലാവരും നിലവിളിച്ച് പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടെ ചെയ്യണമേ. മുട്ടുമടക്കി 3ാമത് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ ഇവിടെയുണ്ട്, ഒരിക്കൽ കൂടെ അവിടെ നിന്ന് ചെയ്യണമേ. അതേ മുട്ടുമടക്കി ജനം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. മുട്ടുമടക്കാൻ കഴിവുള്ളവർ മാത്രം. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല, മുട്ടുമടക്കാൻ കഴിവുള്ള മാത്രം. Here I am, Lord. ഇതാ കർത്താവേ ഞാൻ വരുന്നു, ഇതാ കർത്താവേ ഞാൻ വരുന്നു. ഒരിക്കൽ കൂടെ നീ ചെയ്യണമേ, ഒരിക്കൽ കൂടെ ചെയ്യണമേ. അങ്ങയുടെ പ്രവൃത്തി ഒരിക്കൽ കൂടെ അയക്കണമേ. നിലവിളിച്ചു പ്രാർത്ഥിക്കുക. ഇത് മൗന പ്രാർത്ഥന വേളയല്ല, ഇത് നിലവിളിച്ചു പ്രാർത്ഥിക്കേണ്ട നേരം. ഈ ഫ്രണ്ട് റോ തുടങ്ങി ലാസ്റ്റ് റോ വരെ എല്ലാ മക്കളും, എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും നിലവിളിച്ചു പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ച് ശബ്ദമുയർത്തി, കർത്താവേ ഒരിക്കൽ കൂടെ ചെയ്യണമേ. കർത്താവേ ഒരിക്കൽ കൂടെ ചെയ്യണമേ. പോരാ, ഒരിക്കൽ കൂടെ ചെയ്യണമേ. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ. അതേ ദൈവത്തോട് ചോദിക്കും, ഒരിക്കൽ കൂടെ. ഏതൊക്കെയോ ദൈവദാസന്മാർ വന്ന് പ്രസംഗിക്കുന്നത് കണ്ടു, ഒരിക്കൽ കൂടെ. എവിടെയൊക്കെ ആത്മാക്കൾ കൂട്ടമായി രക്ഷിക്കപ്പെടുന്നത് കണ്ടു, ഒരിക്കൽ കൂടെ. Come on.